തങ്ങന്മാരെ കാണുമ്പോ ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളപ്പോ ഉസ്താദുമാരെയും തങ്ങന്മാരെയും കാണുമ്പോ കരച്ചിൽ വരും. ഈ മനുഷ്യൻ ഇങ്ങനെ പൊട്ടി പൊട്ടി ചെറുപ്പക്കാരനാണ്, യുവാവാണ്, അയാൾ ഇങ്ങനെ കരയുകയാണ്. തങ്ങളെ എന്റെ കാര്യം വലിയ കഷ്ടവാ, ഞാനാകെ നഷ്ടത്തില, ഞാനാകെ ദുരന്തത്തില, ഞാനാകെ ദുരിതത്തില, എന്റെ ജീവിതം മുഴുവനും ഇപ്പൊ കണ്ണീര് കുടിച്ചുകൊണ്ടാ ഓരോ ദിവസവും ഞാൻ ഉറക്കമെണീക്കുന്നതും ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും. എന്താ മോനെ നിന്റെ പ്രശ്നം എന്താടാ, നീ പറഞ്ഞോ. അയാള് പറയാൻ തുടങ്ങി, യു എയിൽ അത്യാവശ്യം നല്ല ബിസിനസ് ഉള്ള ആളാണ് ഞാൻ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയും 2 ചെറിയ മക്കളും എന്നോടൊപ്പമാണ് യു എയിൽ താമസിച്ചിരുന്നത്. നാട്ടിലേക്ക് എന്റെ ബിസിനസിന്റെ ശൃംഖലകളൊക്കെ അങ്ങനെ വ്യാപിച്ചു തുടങ്ങിയപ്പോൾ യു എയിൽ നിന്നും നാട്ടിലേക്ക് ഞാൻ താമസം മാറ്റാൻ തീരുമാനിച്ചു. 2 ചെറിയ മക്കളെ ഉള്ളത് നാട്ടിലുള്ള സ്കൂളിൽ ഞാൻ ചേർത്തു. ഇപ്പോൾ എന്റെ വീട് അത് ഭംഗിയായ നല്ല ആഡംബര സമ്പന്നമായ വീടാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ അദ്ദേഹം എനിക്ക് സമ്മാനിച്ച എന്റെ തറവാട്, ആ വീട്ടിലേക്ക് എന്റെ മാതാവിന് പോകാൻ ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ 2 ചെറിയ മക്കളെ നാട്ടിലെ സ്കൂളിൽ ചേർത്ത് എന്റെ മാതാവും എന്റെ പ്രിയതമയും കൂട്ടി ഞാൻ നാട്ടിൽ വന്ന് താമസമാക്കി. യു എയിൽ ബിസിനസ് ഉള്ള ഞാൻ കൃത്യമായി മാസത്തിൽ 2 തവണ എന്റെ വീട്ടിൽ വന്ന് തിരിച്ചു പോകാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഉമ്മാന്റെ റൂമിലാണ് വീട്ടിലെ ലാൻഡ് ഫോൺ ഇരിക്കുന്നത്. ആ ലാൻഡ് ലൈനിൽ ബന്ധപ്പെടുമ്പോൾ സുദീർഘമായി സംസാരിക്കാൻ എന്റെ വൈഫിന് ബുദ്ധിമുട്ടുണ്ട്. ഞാനപ്പോ പറഞ്ഞു, മോളെ സിമ്പിൾ സൊല്യൂഷൻ, ഞാനൊരു മൊബൈൽ ഫോൺ നിനക്ക് മേടിച്ചു തരാം. അങ്ങനെ ഞാൻ അവൾക്കൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു. മൊബൈൽ ഫോണിൽ ഞാൻ നിരന്തരം അവളുമായി സംസാരിച്ചു. ഒരു ദിവസം എന്റെ പ്രിയപ്പെട്ട പ്രിയതമയെ ഞാൻ മൊബൈൽ ബന്ധപ്പെട്ട് നോക്കുമ്പോ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. നിരന്തരം ഞാൻ ബന്ധപ്പെട്ടു, മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. ഞാൻ ലാൻഡ് ലൈനിൽ ബന്ധപ്പെട്ടിട്ട് ചോദിച്ചു, എന്തു പറ്റി മോളെ, മൊബൈൽ എന്താ അറ്റൻഡ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കണത് എന്താ? എപ്പോഴും മെസ്സേജ് വരികയാ, ആരാ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. ഇയാള് പറഞ്ഞു, എന്റെ പൊന്നുമോളെ, നീ അതിന് മൊബൈൽ ഓഫ് ആക്കുന്ന എന്തിനാ? ഞാൻ വിളിക്കുമ്പോ നീ മൊബൈൽ അറ്റൻഡ് ചെയ്താൽ പോരെ, എന്റെ മെസ്സേജ് നീ ഓപ്പൺ ആക്കിയാൽ പോരെ. ആരാരെങ്കിലും മെസ്സേജ് അയച്ചാൽ അവിടെ കിടന്നോട്ടെ, നീ ഓപ്പൺ ആക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും കോൾ ചെയ്താൽ നീ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഞാനും നീ തമ്മിൽ സംസാരിക്കാൻ വേണ്ടി മാത്രമായി മൊബൈൽ ഫോൺ നിനക്ക് ഞാൻ മേടിച്ചു തന്നത്. അങ്ങനെ വീണ്ടും മൊബൈൽ ഓണായി. ഈ ഭാര്യയെ സംബന്ധിച്ചു പറഞ്ഞാൽ നല്ല സ്വാലിഹത്തായ ഭാര്യയാണ്. കൃത്യമായി എന്നെ സുബഹി നിസ്കാരത്തിന് വിളിച്ചെഴുന്നേൽപ്പിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയപ്പെട്ട ഉമ്മാനെ സ്വന്തം ഉമ്മാനെക്കാളും സ്നേഹിക്കുന്ന, ശുശ്രൂഷിക്കുന്ന, സേവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്നെ ആത്മാവിനേക്കാൾ ജീവനേക്കാൾ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ ചെറിയ മക്കളെ വളരെ ആത്മാർത്ഥമായി ശുശ്രൂഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ഞാനെങ്ങനെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടു തുടങ്ങി. ഒരു ദിവസം അതാ ഒരു ഉച്ചയുറക്കം, ഞാനിങ്ങനെ യു എയിലുള്ള എന്റെ ഫ്ലാറ്റിൽ ഞാനിങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചിട്ടൊന്ന് കിടന്നതേ ഉള്ളൂ. നാട്ടിൽ നിന്നൊരു ഫോൺ വരുന്നു. ഞാൻ അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോ മറുതലയ്ക്കൽ ഉമ്മയാണ്. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ, എത്രയും പെട്ടെന്ന് നീ നാട്ടിലേക്ക് കയറി വരണം. എന്താ ഉമ്മ വിഷയം എന്താ? ഉമ്മ വിഷയമൊന്നും പറയുന്നില്ല, ഒരൊറ്റ കരച്ചിലാണ് ഉമ്മ. ഉമ്മ ഫോൺ വെച്ചു. ഞാൻ ഖത്തറിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരിയുമായി ബന്ധപ്പെട്ട് നോക്കി, പെങ്ങളെ എന്താ പ്രോബ്ലം ഉള്ളത്, എന്താ കംപ്ലൈന്റ് ഉള്ളത്, എന്താ പ്രശ്നമുള്ളത് പറയ്. അവളൊന്നും പറയുന്നില്ല. അതേ പെങ്ങളുടെ അതേ സഹോദരിയുടെ ഭർത്താവിന് ഞാൻ ബന്ധപ്പെട്ടു, അദ്ദേഹവും ഖത്തറിലാണുള്ളത്. ഞാൻ ചോദിച്ചു, അളിയ എന്താ വിഷയം? ഉമ്മ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പെട്ടെന്ന് നാട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഉമ്മ കരയുന്നു. വിഷയങ്ങളൊന്നും എനിക്കറിയില്ല, മടിച്ചിട്ടാണെങ്കിലും അളിയനാണ് എന്നോട് ആ വിഷയം പറഞ്ഞത്. പ്രിയപ്പെട്ട സഹോദര, ആ 2 ചെറിയ മക്കളെ സ്കൂളിൽ പറഞ്ഞേച്ച നിന്റെ പ്രിയപ്പെട്ട ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട മാതാവ് ബാത്റൂമിൽ കയറുന്ന സമയം നോക്കി ആരുടെയോ കൂടെ എങ്ങോട്ടോ പോയിരിക്കുന്നു.
ആരെ സംബന്ധിച്ചാണ് ഇത് പറയുന്നത് സഹോദരങ്ങളെ? ദീനിയായ ചിട്ടവട്ടങ്ങളിൽ വളർന്നൊരു പ്രിയപ്പെട്ട പൊന്നുമോളെ പറ്റിയാണ്. നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ ഭാര്യമാരുണ്ട്, നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്ന, നമുക്ക് സുബഹി നിസ്കാരത്തിന് നമ്മെ വിളിച്ചുണർത്തുന്ന, നമുക്ക് വേണ്ടി ദീനിന്റെ കാര്യങ്ങൾ നമ്മളോട് സ്നേഹപൂർവ്വം സതുപദേശം നടത്തി തരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ, നമ്മുടെ ഭാര്യമാർ, അവരെ അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മൾ ഓരോരുത്തരും വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ട വിഷയമാണ്. ഈ സഹോദരൻ പറയുന്നു, തങ്ങളെ, ഞാൻ അന്ന് വൈകുന്നേരം എമർജൻസി ടിക്കറ്റ് എടുത്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ വളരെ വിഷമിച്ചു നോക്കുമ്പോൾ രണ്ട് ചെറിയ മക്കളെയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് എന്നെ കണ്ടതും ആർത്തട്ടഹസിച്ച് നിലവിളിച്ച് കരയുകയാണ്. ആർത്തട്ടഹസിച്ച് നിലവിളിച്ച് കരയുകയാണ്. രണ്ട് ചെറിയ മക്കളും എന്നെ നോക്കിയിട്ട് വാപ്പിച്ച, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ, ഞങ്ങളുടെ ഉമ്മ എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. എനിക്ക് അവരോട് മറുപടി പറയാൻ കഴിയുന്നില്ല. ഞാനാകെ വിഷണ്ണനായി, വിഷമിച്ചു ദുഃഖിതനായി ഒരു പ്രൈവറ്റ് അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചിട്ട് ആ വിവരമൊന്ന് അന്വേഷിക്കാൻ, അവളെ പറ്റി എവിടെയെങ്കിലും വല്ല ഇൻഫർമേഷനും കിട്ടുമോ എന്ന് അന്വേഷിക്കാൻ അവരൊരുപാട് തലങ്ങും വിലങ്ങും അന്വേഷിച്ചു. ഒരു വിവരവുമില്ല. കാരണം പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്താൽ അതെനിക്ക് ഷെയ്മാണ്. നാട്ടിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡുള്ള, അത്യാവശ്യം ആളുകളിൽ നല്ല ഇസ്സത്തും അഭിമാനവും ഉള്ളയാളാണ് ഞാൻ. ഇങ്ങനൊരു ഇഷ്യൂ വന്നാൽ എന്റെ അഭിമാനത്തിന് അത് ക്ഷതമല്ലയോ എന്ന് ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് പോലീസിൽ പെറ്റീഷൻ കൊടുത്തില്ല. ഒടുവിൽ സഹികെട്ട് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പെറ്റീഷൻ കൊടുത്തപ്പോൾ അവർ അന്വേഷണം ആരംഭിച്ചു. ആദ്യം അവരുടെ നമ്പറിലേക്ക് വന്ന നിരന്തരം വന്ന മെസ്സേജുകളെ സംബന്ധിച്ച്, നിരന്തരം വന്ന മിസ് കോളുകളെ സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഏതോ ഒരു കോട്ടയത്തുകാരനായ അന്യമത സഹോദരനാണ് അവരുടെ മൊബൈലിലേക്ക് നിരന്തരം ബന്ധപ്പെട്ടിരിക്കുന്നത്. അവൾ അങ്ങോട്ടും സംസാരിച്ചിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഡൽഹിയിൽ അന്വേഷിച്ചു, കോയമ്പത്തൂരിൽ അന്വേഷിച്ചു, ഒറീസയിൽ അന്വേഷിച്ചു, അങ്ങനെ നാഗർകോവിൽ അന്വേഷിച്ചു, അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രധാനപ്പെട്ട ചെന്നൈയിലും മദ്രാസിലും കൽക്കട്ടയിലും ഒക്കെ അന്വേഷിച്ചു, ബോംബെയിൽ അന്വേഷിച്ചു. ഒരു തുമ്പും ഒരു വാലും ഒരു പിടുത്തവും കിട്ടിയില്ല. ഏകദേശം 8 മാസങ്ങൾ പിന്നിട്ട് പോയപ്പോൾ, വെറുതെ എന്നല്ല അവൾ ഇറങ്ങിപ്പോയത്, വെറുതെയല്ല, ആകെ ഉണ്ടായിരുന്ന അവളുടെ സെപ്പറേറ്റ് പ്രൈവറ്റ് ബാങ്ക് ഡിപ്പോസിറ്റിൽ ഉണ്ടായിരുന്ന 15ഓളം ലക്ഷം രൂപ പലപ്പോഴായി അവൾ പിൻവലിച്ചിട്ടുണ്ട്. വീട്ടിലെ അലമാരയിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന 150ഓളം പവൻ അവൾ എടുത്തു പോയിട്ടുണ്ട്. ഇങ്ങനെ വലിയൊരു സമ്പാദ്യവുമായിട്ടാണ് അവൾ എസ്കേപ്പ് ആയിരിക്കുന്നത്. ഈ സഹോദരൻ സുബ്ഹാനല്ലാഹ് വളരെ വിഷമിതനായി, ദുഃഖിതനായി, വളരെ ഹതഭാഗ്യനായി മനുഷ്യൻ അവസാനം 8 മാസങ്ങൾക്ക് ശേഷം അയാൾക്കൊരു ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഡൽഹിയിലെ ഒരു ഫ്ലാറ്റിൽ നിന്നൊരു മലയാളിയായ പെൺകുട്ടിയുടെ ആത്മഹത്യ ചെയ്ത് സൂയിസൈഡ് ചെയ്തൊരു ജനാസയുണ്ട്. ആരെങ്കിലും ബന്ധപ്പെട്ട ആളുകളുണ്ടെങ്കിൽ വരണമെന്നറിയിച്ചൊരു പത്രവാർത്ത ഇയാൾ കാണാനിടയായി. ഈ സഹോദരൻ പെട്ടെന്ന് തന്നെ ഡൽഹിയിലേക്ക് വണ്ടി കയറി. അങ്ങനെ എത്രയെത്ര വാർത്തകൾക്ക് പിന്നാലെ അയാൾ പോയിട്ടുണ്ടെന്നറിയുമോ? ഒരുപാട് എല്ലാ പത്രങ്ങളും തിരയും തന്റെ പ്രിയപ്പെട്ട പ്രിയതമയുടെ ഫോട്ടോയുണ്ടോ? വരുന്ന എല്ലാ ദിനപത്രങ്ങളും അയാൾ മറിച്ചു നോക്കും. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ പറ്റി വല്ല വിവരവുമുണ്ടോ? എത്രയോ ഡെഡ് ബോഡികൾ അയാൾ പോയി കണ്ടിരിക്കുന്നു, എത്രയോ ജനാസകൾ അയാൾ പോയി കണ്ടിരിക്കുന്നു. ഒടുവിൽ ഈ ജനാസ കാണാൻ വേണ്ടി അയാൾ ഡൽഹിയിലേക്ക് പോയി. അവിടെ പോയി ജനാസ കാണുമ്പോൾ തന്നെ ജീവനോളം സ്നേഹിച്ചിരുന്ന, തന്നെ സുബഹിയുടെ നിസ്കാരത്തിന് വിളിച്ചുണർത്തുന്ന തന്റെ പ്രിയപ്പെട്ടവരുടെ ജനാസ തൂങ്ങി മരിച്ച ഡെഡ് ബോഡിയായി അവിടെ കിടക്കുന്നു. കൂടെ പോലീസ് ഓഫീസർ ഒരു സൂയിസൈഡ് ലെറ്റർ കാണിച്ചു, ഒരാത്മഹത്യാ കുറിപ്പ് കാണിച്ചു. എന്താണ് ആത്മഹത്യാ കുറിപ്പിനകത്തുള്ളതെന്നറിയുമോ? എത്രയോ മിസ് കോളുകൾ ഞാൻ അവോയ്ഡ് ചെയ്തു, എത്രയോ മെസ്സേജുകൾ ഞാൻ ഓപ്പൺ ആക്കാതിരുന്നു. ഒടുവിൽ സഹി കെട്ടിട്ടാണ് ഒരു ദിവസം ഞാൻ ആ ഫോൺ അറ്റൻഡ്
അറ്റൻഡ് ചെയ്തത്. അറ്റൻഡ് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു മൊബൈൽ ഫ്രണ്ട് മാത്രമാണ്. എന്താ ഇങ്ങനെ സംസാരിച്ചാൽ ആകാശം ഇടിഞ്ഞു വീഴാൻ പോകുന്നോ, ഭൂമി കുലുക്കം ഉണ്ടാകാൻ പോകുന്നോ? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഭർത്താവ് ഗൾഫിലല്ലേ ഉള്ളത്, നിങ്ങൾ വീട്ടിൽ ഒറ്റയ്ക്ക് ബോറടിക്കാറില്ലേ? നിങ്ങൾക്ക് എന്താ സമയം പോക്കിന് ടൈം പാസിന് വേണ്ടി ഒന്ന് വർത്തമാനം പറഞ്ഞാൽ എന്താ? അങ്ങനെ തുടങ്ങിയ ബന്ധം സുബ്ഹാനല്ലാഹ്, എന്റെ ഭർത്താവിനെ എന്റെ മനസ്സിൽ നിന്ന് ഞാൻ വെറുക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഞാൻ എന്റെ മനസ്സിൽ നിന്ന് ആട്ടിയിറക്കാൻ തുടങ്ങി. എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാതാവിനെ എനിക്ക് കാണുന്നത് തന്നെ വിഷമമായി തോന്നി. എനിക്കാ ഏതോ ഒരു ലോകത്ത് നിന്ന് വിളിക്കുന്ന അന്യമത സഹോദരനായ ചെറുപ്പക്കാരന്റെ ശബ്ദമാണ് കേൾക്കാൻ ഇഷ്ടമുള്ളത്. അയാളുമായി ഫോണിൽ സംസാരിക്കുമ്പോഴാണ് എനിക്ക് കൂടുതൽ ഫൈൻഫുള്ളായ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. അങ്ങനെ ഞാൻ ഒടുവിൽ അയാൾ എന്നോട് പറഞ്ഞു, ഇനി എന്താ താമസിക്കുന്നത്, ഇനി എന്താ നമ്മൾ ലേറ്റാക്കി വെക്കുന്നത്, കാര്യമില്ല, നമുക്ക് പോകുകയല്ലേ. ഒരിക്കലും ആരും നിങ്ങളെ തടയാത്ത ലോകത്തേക്ക്, അതാ സ്വാതന്ത്ര്യങ്ങളുടെ പറുദീസയിലേക്ക് നമുക്ക് പോകുകയല്ലേ. നിങ്ങളെ ആരും അവിടെ വിരട്ടാനുണ്ടാകൂല, നിങ്ങളെ ആരും അവിടെ ചങ്ങലക്കിടാനുണ്ടാകൂല, നിങ്ങളെ ആരും അവിടെ നിയന്ത്രിക്കാനുണ്ടാകൂല. അനിയന്ത്രിതമായ സുഖാഡംബരങ്ങളുടെ സുഖപറുദീസകളുടെ വിമോചനത്തിന്റെ ലോകത്തേക്ക് നമുക്ക് പോകുകയല്ലേ പ്രിയപ്പെട്ടവളെ. എന്നാ ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചപ്പോൾ എന്റെ മനസ്സിന്റെ അകത്തളത്തിൽ അതാ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ആനന്ദാതിരേകത്തിന്റെ ആഹ്ലാദ അലമാലകൾ ഉയരുകയാണ്. ഞാൻ പറഞ്ഞു, എപ്പോഴാ വരിക, എവിടാ ഇയാൾ വരിക, നമ്മൾ എങ്ങനാ പോകുക? വളരെ കൃത്യമായി ക്ലിയർഫുള്ളായി അവൻ കാൽക്കുലേഷൻസുകൾ മുഴുവനും അവതരിപ്പിച്ചു കൊടുത്തു. ഇന്നാലിന്ന ടൈമിൽ ഇന്നാലിന്ന സ്ഥലത്ത് നീ എത്തിച്ചേരുമ്പോ ഞാൻ ഇന്നാലിന്ന വാഹനത്തിലുണ്ടാകും, നീ ആ വാഹനത്തിനകത്ത് കയറിയാൽ മതി. അവര് പറഞ്ഞ പ്രകാരം ഇവളതാ 2 ചെറിയ മക്കളെ, 4 വയസ്സുള്ള 5 വയസ്സുള്ള 2 കുഞ്ഞുമക്കളെ അതാ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ട് പ്രിയപ്പെട്ട ഭർത്താവിന്റെ മാതാവ് ബാത്റൂമിനകത്ത് കയറുന്ന നേരം നോക്കിയിട്ട് ഈ ചെറുപ്പക്കാരിയായ പെണ്ണുങ്ങൾ പണവും സ്വർണവും പെട്ടിയുമെല്ലാം എടുത്തുകൊണ്ടിറങ്ങി പോകുകയാണ്. പറഞ്ഞ പോലെ കൃത്യമായ സ്ഥലത്ത് അയാൾ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ ഈ സൂയിസൈഡ് ലെറ്റർ അയാൾ വായിക്കുകയാണ്. എന്താണ് ഒടുവിൽ വായിച്ചിട്ട് അവൾ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും ഉമ്മയെയും കുഞ്ഞു മകനെയും മക്കളെയും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പോയി. 8 മാസത്തോളം ഞങ്ങൾ പല സ്ഥലങ്ങളിലും മാറി മാറി താമസിച്ചു. ഒടുവിൽ എന്റെ കയ്യിലുള്ള പണവും സ്വർണവും എല്ലാം തീർന്ന സമയത്ത് അവന്റെ സ്വഭാവം മാറാൻ തുടങ്ങി. ഞങ്ങൾ അവരന്വേഷിച്ച നാഗർകോവിലും ഡൽഹിയിലും ബോംബെയിലും അങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ കറങ്ങി നടന്നു, ഫ്ലാറ്റുകളിൽ അടിച്ചുപൊളിച്ച് ജീവിച്ചു. അവസാനം അവനതാ ഡൽഹിയിലുള്ള എന്റെ ഫ്ലാറ്റിലേക്ക് 1 മാസമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ആ ഫ്ലാറ്റിലേക്ക് അവന്റെ കൂട്ടുകാരുമായിട്ട് അവൻ കടന്നു വരാൻ തുടങ്ങി. എന്നെ കൊണ്ട് മദ്യപിപ്പിക്കാനും അവന്റെ കൂട്ടുകാർക്ക് ഞാൻ വഴിപ്പെടാൻ എന്നെ നിർബന്ധിക്കാനും ഒക്കെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് സംഗതി മനസ്സിലായി തുടങ്ങുന്നത്. എപ്പോഴാ സംഗതി മനസ്സിലായി തുടങ്ങുന്നത്? അവളെ കൊണ്ട് മദ്യം കുടിപ്പിക്കാൻ തുടങ്ങിയപ്പോഴും അവളെ അവന്റെ കാമുകൻ അന്യ ആണുങ്ങൾക്ക് കാഴ്ച വെക്കാൻ തുടങ്ങി എന്നവൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് എനിക്ക് സംഗതിയൊക്കെ ബോധ്യപ്പെട്ടു തുടങ്ങിയെന്ന് അവൾ പറയുകയാണ് ആ കത്തിനകത്ത്. ഒടുവിൽ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, എന്റെ സ്നേഹസമ്പന്നനായ ഭർത്താവിനെ ഒഴിവാക്കിയത് കുറ്റക്കാരി ഞാനാണ്. എന്റെ പാലവും പ്രിയപ്പെട്ട ചെറിയ കുഞ്ഞുമക്കളെ വലിച്ചെറിഞ്ഞത് ഞാനാണ്. എന്നെ പ്രിയപ്പെട്ട മോളക്കാൾ സ്നേഹിച്ച് എന്റെ പ്രിയപ്പെട്ട മാതാവിനെ, ആ ഭർത്താവിന്റെ മാതാവിനെ വലിച്ചെറിഞ്ഞത് ഞാനാണ്. ഞാനൊരു വലിയ കുലദ്രോഹി തന്നെ. ഇതിനെല്ലാം കുറ്റം ഞാൻ തന്നെ സ്വമേധയാ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു. ഈ ഭർത്താവ് ആരായി?
ഈ ഭർത്താവ് ആരായി? ഈ ഭർത്താവിന്റെ ചാരത്തുള്ള പ്രിയപ്പെട്ട 2 ചെറിയ മക്കൾ ആരായി? അവൾ എങ്ങോട്ടോ ആത്മഹത്യ ചെയ്തു പോയി. ആ പ്രിയപ്പെട്ട ചെറിയ മക്കൾ, ഉപ്പാ ഞങ്ങളുടെ ഉമ്മിച്ച എന്തിയേ ഉപ്പാ? ആ മക്കളോട് പറയാൻ കഴിയുമോ ഈ വാപ്പാക്ക്, നിങ്ങളുടെ ഉമ്മ ഏതോ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിപ്പോയി പ്രിയപ്പെട്ട പൊന്നുമോളെ എന്ന് പറയാൻ കഴിയുമോ? പറയാൻ കഴിയുന്നില്ല. ആരാണ് കാരണക്കാരാരാ? നമ്മൾ മേടിച്ചു കൊടുത്ത മൊബൈൽ ഫോണല്ലയോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മുടെ ചുറ്റുപാടുകൾ മുഴുവനും അസാൻമാർഗികതകളിലേക്ക് നമ്മുടെ മാടി ഒളിക്കുകയാണ്. ഈ സമൂഹത്തിലെ ചെറുപ്പക്കാര് മുഴുവനും അതാ തോന്നിവാസങ്ങളിലേക്ക് എളുപ്പത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങൾ കണ്ടുവോ, മഹാനായ സ്വഹാബി വര്യൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ. ആരാണ് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ മദീനയിലെ പള്ളിയിൽ ഒരു പാവപ്പെട്ട സഹാബി കടന്നു വരികയാണ്. നമ്മുടെ ദർസുകളിൽ പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾ വരുമ്പോ ഹാജിയാരെ വിളിച്ചിട്ട് ഉസ്താദ് പറയും, ഹാജിയാരെ ഈ കുട്ടി ഒരു പാവപ്പെട്ട കുട്ടിയാ, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി അവനെ സംരക്ഷിച്ചു കൊള്ളണം എന്നൊക്കെ പറയുന്നത് പോലെ ഈ പാവപ്പെട്ട സഅലബ എന്ന സഹാബിയെ മുതലാളിയായ പ്രമാണിയായ ഒരു സഹാബിയെ ഏൽപ്പിച്ചിട്ട് റസൂലുള്ള പറഞ്ഞു, മോനെ ഇവനെ നിന്റെ സഹോദരനെ പോലെ നീ കരുതണം, നിന്റെ വീട്ടിൽ ഇയാളെ താമസിപ്പിക്കണം, അയാൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നീ ഒരുക്കി കൊടുക്കണം. ആ സഹാബി വര്യനത് സമ്മതിച്ചു. ഒടുവിലതാ 2 പേരും കൂടി വീട്ടിൽ താമസമാകുകയാണ്. എന്റെ ചെറുപ്പക്കാരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ശ്രദ്ധ അല്പനിമിഷം ഇവിടേക്ക് നൽകണേ. 13 കൊല്ലത്തോളം താമസിച്ചു. ഈ 13 കൊല്ലം താമസിക്കുമ്പോഴും എങ്ങനെ? ഈ 13 കൊല്ലം താമസിക്കുമ്പോഴും മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി മദീനയുടെ പള്ളിയിൽ നിസ്കാരം നിർവഹിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ, മദീനയിലെ പള്ളിയിൽ ജമാഅത്തിന് പ്രവാചക പുങ്കവർക്കൊപ്പം കൂടിയിട്ട് തിരിച്ചു വരുമ്പോൾ ആ വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് വിളിച്ചു പറയുന്നു, എന്റെ പ്രിയപ്പെട്ട യജമാന. മുതലാളിയായ സഹാബിയോട് ആ വീട്ടിലെ വേലക്കാരിയായ പെണ്ണ് പറയുന്നു, യജമാന, ജാ സദീഖുൽ അഅമാ, ജാ സദീഖുൽ അഅമാ. കൺകുരുടനായ നിങ്ങളുടെ കൂട്ടുകാരൻ, കൺകുരുടനായ നിങ്ങളുടെ സ്നേഹിതൻ ഇതാ വരുന്നു, ഇതാ വരുന്നു. മഹാനായ സഅലബതങ്ങൾക്ക് കണ്ണിന് പ്രശ്നമൊന്നുമില്ല, മഹാനായ സഅലബതങ്ങൾക്ക് കണ്ണിന് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ഈ പെണ്ണെന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? ഈ പെണ്ണെന്തിനാണ് അങ്ങനെ പറയുന്നതെന്നറിയുമോ? 13 കൊല്ലമായി, ശ്രദ്ധിച്ച് കേൾക്കണം, 13 കൊല്ലമായി ഈ സഹാബിയുടെ വീട്ടിൽ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി താമസിച്ചിട്ട് ഒരു തവണ പോലും ആ വേലക്കാരിയായ പെണ്ണിന്റെ മുഖത്തേക്ക് മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ടില്ല. ഈ കാരണം കൊണ്ട് ആ പെണ്ണ് പറയുന്നു, ജാ സദീഖുൽ അഅമാ, അന്ധനായ കൺകുരുടനായ നിങ്ങളുടെ കൂട്ടുകാരൻ വരുന്നുണ്ട് മുതലാളി. ഈ പെണ്ണ് പറയുന്നു, ഞാൻ സംഭവം ചുരുക്കി പറയാം. മഹാനായ മുതലാളിയായ പ്രമാണിയായ സഹാബി വര്യന് സുദീർഘമായ യാത്ര പോകേണ്ടതായി വന്നു. സഅലബ എന്ന സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ സഅലബ, ഞാനൊരു യാത്ര പോകുകയാണ്, ഞാനൊരു സുദീർഘമായ സഞ്ചാരത്തിനൊരുങ്ങുകയാണ്. നീ ഒരു കാര്യം ചെയ്യണം, ഞാൻ വരുന്നത് വരെ എന്റെ വീടും എന്റെ പറമ്പും എന്റെ വസ്തുവകകളും എന്റെ സമ്പത്തുമെല്ലാം നോക്കേണ്ടത് നീയാണ്.
മഹാനായ സഅലബ തങ്ങൾ സമ്മതിച്ചു. ആ പ്രമാണിയായ സഹാബി വര്യൻ യാത്ര തിരിക്കുകയാണ്. സുദീർഘമായ യാത്രയ്ക്ക് പോയി. അപ്പോഴതാ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി, പ്രമാണിയായ ഈ സഹാബിയുടെ വീട്ടിന്റെ അകത്തളത്തിൽ താമസിക്കുന്ന സഹാബിയുടെ മനസ്സിലേക്ക് പിശാച് കടന്നു വരികയാണ്. പിശാച് കടന്നു വന്നിട്ട് പറഞ്ഞു, ഡോ സഅലബ, സഅലബ, നിന്റെ കൂട്ടുകാരൻ അവിടെ പോയി? സുദീർഘമായ യാത്രയ്ക്ക് പോയി അല്ലേ? നീ നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? പിശാച് പറയുന്നത് നല്ല കാര്യമാ, പിശാച് പറയുന്നത് നല്ല കാര്യമാ. നീ നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലല്ലോ. നിന്റെ വൈഫ്, നിന്റെ കൂട്ടുകാരന്റെ വൈഫിനെ ആരേലും തട്ടിക്കൊണ്ടു പോകാൻ വന്നാൽ, അതല്ലെങ്കിൽ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ നിനക്ക് ആ പെണ്ണിനെ പോയി മോചിപ്പിക്കണ്ടായോ? മോചിപ്പിക്കണമെങ്കിൽ ആ പെണ്ണിനെ നീ കാണണ്ടായോ? നീ ഇങ്ങനെ കാണാതെ ഇരുന്നാൽ അത് നിന്റെ കൂട്ടുകാരന്റെ ഭാര്യ എങ്ങനാ നിനക്ക് മനസ്സിലാകുന്നത്? ശൈത്താൻ പറഞ്ഞത് കാര്യവാ, ഇബ്ലീസ് പറഞ്ഞത് കാര്യവാ. ഈ മഹാനായ സഹാബി വര്യൻ അകത്തളത്തിലേക്ക് കടന്നു ചെന്നു. അടുക്കളയുടെ അരമനയുടെ അകത്തളത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ മഹദിയായ സ്വഹാബിയത്തിനെ ഒരു തവണയൊന്ന് നോക്കി, രണ്ടാമതൊന്ന് നോക്കി, മൂന്നാമതൊന്ന് നോക്കുന്നത് കണ്ടപ്പോൾ ആ മഹദിയായ സ്വഹാബിയത്തായ വനിത ചോദിച്ചു, എടോ സഅലബ, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ നീ എന്തിനാണ് ഹറാം ചെയ്യുന്നത് സഅലബ? ഇത്രയും കാലം എന്റെ വീട്ടിൽ നീ താമസിച്ചിരുന്നോ? നീ എന്റെ അരമനയുടെ അകത്തളത്തിലേക്ക് ധൈര്യസമേതം എന്റെ ഭർത്താവില്ലാത്ത നേരത്ത് നീ എന്തിനാണ് കടന്നു വന്നതെന്ന് അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ നിനക്ക് എങ്ങനെ ഹറാം ചെയ്യാൻ തോന്നുന്നു എന്ന് ഈ അൻസാരിയായ പെങ്ങളങ്ങോട്ട് ചോദിച്ചപ്പോൾ, സഹോദരന്മാരെ, സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന്റെ മനസ്സിന്റെ അകത്തളത്തിൽ ഇടുത്തി പോലെയാണ് ഈ ചോദ്യം വന്ന് പതിച്ചത്. അദ്ദേഹം രണ്ട് കൈകളും തലയിൽ വെച്ചിട്ട് ആലോചിച്ചു പോയി, പടച്ചവനെ, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഞാൻ എങ്ങനെയാണ് ഹറാം ചെയ്തത്? അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഞാൻ എങ്ങനെയാണ് ഹറാം ചെയ്തത്? ഈ മനുഷ്യൻ ഇങ്ങനെ ആലോചിച്ച് വിരളി പൂണ്ടുകയാണ്. ഞാൻ ഈ ചെയ്തത് മദീനയിലെ നബി അറിയുമോ? ഞാൻ ഈ ചെയ്തത് എന്റെ റസൂലുള്ള അറിയുമോ? അയാൾ ഇറങ്ങി ഓടുകയാണ്. ഓടി 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 വിജനമായ മക്കായുടെയും മദീനയുടെയും ഇടയ്ക്കുള്ളൊരു മലമ്പ്രദേശത്ത് ഒരു താഴ്വാരത്ത് പോയ അയാള് ഏകാന്തവാസിയായി താമസിക്കുകയാണ്. ദിവസങ്ങൾ പിന്നിട്ടു പോയി. ഏകദേശം 40ഓളം ദിവസങ്ങൾ പിന്നിട്ടു പോകുമ്പോൾ മറ്റേ സഹാബി വര്യൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നു. യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ എല്ലാ യാത്രക്കാരെയും സ്വീകരിക്കാൻ അതിർത്തിയിൽ ആളുകളുണ്ട്. ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വന്നിട്ടില്ല. അദ്ദേഹം ആലോചിച്ചു, എല്ലാരും വന്നല്ലോ, എന്തേ എന്റെ സഅലബ വരാത്തത്? അയാൾ എവിടെ പോയി? എന്തുകൊണ്ടാ അയാൾ വരാത്തത് എന്നിങ്ങനെ ചിന്തിച്ച് വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അവതരിപ്പിച്ചു കൊടുത്തു. ആ നേരത്തെ അദ്ദേഹം നേരെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് ചെന്ന് വിവരം പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളെയും സൽമാനുൽ ഫാരിസി തങ്ങളെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാനെ അന്വേഷിക്കണേ.
മദീനയെ കരിച്ചു പറക്കി സഅലബയെ കണ്ടില്ല. മക്കയെ കരിച്ചു പറക്കി സഅലബയെ കണ്ടില്ല. നേരെ റസൂലുള്ളാഹിന്റെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, ഞങ്ങൾ സഅലബയെ കണ്ടില്ല. ആ നേരത്ത് റസൂലുള്ള പറഞ്ഞു, മക്കയുടെയും മദീനയുടെയും ഇടയ്ക്കുള്ളൊരു താഴ്വാരത്ത് നിങ്ങൾ പോക, അവിടെ അബ്ദുറഹ്മാൻ ഉണ്ടാകും, അദ്ദേഹത്തെ നിങ്ങൾ പോയി വിളിച്ചു കൊണ്ടുവരീൻ. ഈ സഹാബിമാർ രണ്ടുപേരും അവിടെ ചെന്ന് നോക്കുമ്പോ വിജനമായൊരു സ്ഥലമാണ്. ആൾപ്പാർപ്പൊന്നും അവിടെ കാണുന്നില്ല, ആളുകൾ താമസിക്കുന്ന അടയാളവും അവിടെ ഇല്ല. നോക്കുമ്പോ കുറെ ആട്ടിൻ പറ്റങ്ങളെയും കൊണ്ട് ഒരു ആട്ടിടയൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ഈ ആട്ടിടയനെ കണ്ടപ്പോ ചോദിച്ചു, പിന്നെ ഞങ്ങൾ മദീനന്ന് വരുക, ഞങ്ങൾ മുത്തുനബിയുടെ അടുത്തുനിന്ന് വരികയാ, ഞങ്ങളൊരു കൂട്ടുകാരൻ ഈ പരിസരത്ത് എവിടെയോ അകപ്പെട്ടിട്ടുണ്ട്, നിങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടോ? മുത്തുനബിയുടെ അടുത്ത് നിന്ന് വരുന്ന ആളുകളാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്വേഷിക്കാൻ മാത്രം യോഗ്യനായ ഒരാളൊന്നും ഇവിടെ ഇല്ല. പിന്നൊരു ഭ്രാന്തനായ മനുഷ്യനുണ്ട്, ഒരു മതിഭ്രമത പിടിച്ച മനുഷ്യനുണ്ട്. അയാളാണെങ്കിൽ കുറെ കൂടെ ഇരുട്ടണം, കുറെ കൂടെ സൂര്യൻ അസ്തമിക്കണം. ഇരുട്ട് പരക്കുന്ന നേരത്ത് ഏതോ ഒരു ഗുഹാമുഖത്തൊളിച്ചിരിക്കുന്ന മനുഷ്യൻ പെട്ടെന്ന് ഇങ്ങനെ പ്രത്യക്ഷപ്പെടും. രണ്ട് കൈയും ഇങ്ങനെ തലയിൽ അയാൾ വെക്കും. അയാൾ ഉച്ചത്തിൽ നിലവിളിക്കും, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാം കണ്ടുപോയവനേ എന്നിങ്ങനെ നിലവിളിച്ചുകൊണ്ട് തറയിൽ കിടക്കുന്ന മണൽത്തരികളെടുത്ത് വാരി തലയിലേക്ക് ഇട്ടുകൊണ്ട് നിലവിളിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, ഒരു ഭ്രാന്തനായ മനുഷ്യൻ. നിങ്ങൾ അയാളെയാണ് കാക്കുന്നതെങ്കിൽ കുറച്ചു നേരം ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കൂ, ഇരുട്ട് ശക്തിയായെന്ന് പരക്കട്ടെ. അയാൾ ഈ മരടി വാരത്തിൽ ഏതോ ഒരു ഗുഹാമുഖത്ത് ഒളിച്ചിരിക്കുകയാണ്. അയാൾ കടന്നു വരും. മഹാനായ ഈ സഹാബിമാർ രണ്ടുപേരും അവിടെ കാത്തു നിന്നു. ഇരുട്ടിങ്ങനെ പരന്നപ്പോൾ അതാ ഏതോ ഒരു ഗുഹയുടെ അടിവാരത്തൊളിച്ചിരുന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ രണ്ട് കൈകളും തലയിൽ വെച്ചുകൊണ്ട് നിലത്ത് കിടന്ന മണലുകളെല്ലാം വാരി തലയിലേക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ട് ആർത്തട്ടഹസിച്ച് നിലവിളിക്കുന്നു, അല്ലാഹുവേ, എന്നെ നരകത്തെ തൊട്ട് നീ കാക്കണേ അല്ലാ, നിന്റെ നരകത്തെ പേടിക്കാതെ ഞാനൊരു ഹറാമ് ചെയ്തു പോയി അല്ലാ. ഞാനും നിങ്ങളും ആലോചിച്ചു നോക്കുക എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, നമ്മൾ എത്ര തോന്നിവാസങ്ങളാ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്, നമ്മൾ എത്ര തെറ്റുകളാ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമുക്ക് ആർക്കെങ്കിലും വല്ല ആശങ്കയോ വല്ല ടെൻഷനോ നമ്മുടെ കൽബുകളെ എപ്പോഴെങ്കിലും നോവിക്കാറുണ്ടോ? മഹാന്മാരായ സഹാബിമാര് നോക്കുമ്പോ സഅലബ എന്ന സഹാബി ആകെ മാറിയിരിക്കുന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ മെല്ലിച്ചൊരു കോലം, താടിയും മുടിയുമെല്ലാം വളർത്തിയിട്ട വല്ലാത്തൊരു വികൃതമായ കോലം. നേരെ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ഉമറുൽ ഫാറൂഖാണ്, ഇത് സൽമാനുൽ ഫാരിസിയാണ്, ഞങ്ങൾ റസൂലുള്ളാഹിന്റെ ചാരത്ത് നിന്ന് ഹബീബ് പറഞ്ഞിട്ട് വരുന്ന ആളുകളാണ്. നിങ്ങളെ ഹബീബ് വിളിക്കുന്നുണ്ട്, യദ്ഊക റസൂലുള്ളാഹ്. ഈ മനുഷ്യൻ പറഞ്ഞു, ഞാൻ വരൂല. എന്റെ ഈ കണ്ണുകൾ കണ്ടോ, അല്ലാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാമ് കണ്ടുപോയ കണ്ണുകൾ. ഈ കണ്ണുകളുമായിട്ട് ഞാൻ എങ്ങനെ റസൂലുള്ളാഹിന്റെ ചാരത്തേക്ക് കടന്നു വരും? ഈ കണ്ണുകളുമായിട്ട് ഞാൻ എങ്ങനെ ഹബീബിന്റെ ചാരത്തേക്ക് കടന്നു വരും? സാധ്യമല്ല, ഞാൻ വരില്ല. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ഇത് സംസാരിക്കുമ്പോൾ മഹാനായ ഫാറൂഖ് തങ്ങൾ പറഞ്ഞു, മോനെ, ആരാ നിന്നെ വിളിച്ചതെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങളാണ്. മുത്തുനബി വിളിച്ചാൽ എന്താ പ്രത്യേകത എന്നറിയുമോ? ഫർദ് നിസ്കാരത്തിലാണെങ്കിലും റസൂലുള്ള വിളിച്ചാൽ ഉത്തരം ചെയ്യണമെന്നാണ് ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമമുള്ളത്. അതുകൊണ്ട് ഹബീബ് വിളിക്കുന്നു, നീ മദീനത്ത് വന്നേ പറ്റൂ. അപ്പോൾ ഇയാള് പറയുകയാണ്, ഈ സഹാബി വര്യൻ പറയുകയാണ്, ഞാൻ വരാം, പക്ഷേ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണമെന്നറിയുമോ? എന്റെ കാലിൽ നിങ്ങൾ ചങ്ങല കൊണ്ട് ബന്ധിക്കണം.
എന്റെ കാലിൽ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ട് എന്നെ നിങ്ങൾ മുഖം കുത്തിയ രീതിയിൽ ഈ കാട്ടിൽ നിന്ന് വലിച്ചിഴച്ചു കൊണ്ട് ഹബീബിന്റെ ചാരത്തേക്ക് പോകണം. കാരണം തെറ്റ് ചെയ്തു പോയി, കണ്ണുകളുള്ള തല ഇങ്ങനെ തറയിൽ കിടന്ന് ഒരഞ്ഞൊരഞ്ഞു മുറിവാകട്ടെ. ഇനി അഥവാ മദീനത്ത് വന്നാൽ തന്നെ ഹബീബായ നബി നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്ത ശേഷം റസൂലുള്ളാഹി തങ്ങൾ കൈ കെട്ടിയാൽ മാത്രമേ ഞാൻ മദീനയിലെ പള്ളിയിൽ പ്രവേശിക്കുകയുള്ളൂ. ഈ വർത്തമാനം കൂടി മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി കണ്ടീഷൻ പറയുകയാണ്, നിബന്ധന വെക്കുകയാണ്. വളരെ തന്ത്രജ്ഞനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകളെയും കൊണ്ട് മദീനയിലെത്തിപ്പോയി. മദീനയിലെത്തുമ്പോ ഒരു കാരണവശാലും പള്ളിയിൽ കയറാൻ തുനിയുന്നില്ല, സന്നദ്ധനാകുന്നില്ല. ഒടുവിൽ ഹബീബായ നബി ഇശാ നിസ്കാരം നിർവഹിക്കുകയാണ്. ബിലാൽ തങ്ങൾ ഇഖാമത്ത് കൊടുത്തു. റസൂലുള്ള നിസ്കരിക്കാൻ വേണ്ടി മദീനയിലെ പള്ളിയിൽ അതാ ആ പള്ളിയുടെ മിഹ്റാബിന്റെ ചാരത്ത് നിന്ന് കൈകെട്ടിപ്പോയി. ഫാത്തിഹ ഓതിയ ശേഷം റസൂലുള്ളാഹി തങ്ങൾ ഓതുന്ന സൂറത്ത് ഏതാണ്? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു വൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാ എന്ന് തുടങ്ങുന്ന മുസമ്മിൽ സൂറത്ത് പാരായണം ചെയ്ത് ഈ സഹാബി വര്യൻ പള്ളിക്കകത്ത് കയറി നോക്കുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് ഇന്ന ലദൈനാ അൻകാല വജഹീമ وطعاما ذا غصة وعذابا أليما يوم ترجف الأرض والجبال وكانت الجبال كثيبا مهيلا. വിശുദ്ധ ഖുർആനിൽ ആഖിറത്തെ പരാമർശിക്കുന്ന അർത്ഥം വരുന്ന ആയത്തതാ റസൂലുള്ള ഓതുകയാണ്. നരകീയ അഗ്നിയെ പരാമർശിക്കുന്ന സൂറത്ത് റസൂലുള്ള ഓതുകയാണ്. നരകത്തിലെ ഭയാനകമായ ശിക്ഷയെ സംബന്ധിച്ചുള്ള ആയത്ത്, ഖിയാമത്ത് നാളിനെ ഭയാനകതയെ പറയുന്ന ആയത്ത്. അല്ലാഹു പറയുന്നത് എന്താണ്? തീർച്ചയായും ഞങ്ങളുടെ പക്കൽ നിങ്ങളെയൊക്കെ ബന്ധിക്കുന്ന തീ ചങ്ങലകളുണ്ട്. മാത്രമല്ല കൽച്ചങ്ങലകൾക്കും പുറമേ ഞങ്ങളുടെ കയ്യിൽ അഗ്നികുണ്ടാരങ്ങളുണ്ട്. നിങ്ങളുടെ തൊണ്ടയിൽ കുടുങ്ങുന്ന നോവേറിയ ശിക്ഷയായ ഭക്ഷണം നിങ്ങൾക്ക് തരാൻ നരകത്തിൽ നമ്മൾ കാത്തുവച്ചിട്ടുണ്ട് എന്നെല്ലാം അർത്ഥം വരുന്ന, മാത്രമല്ല ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താണ്? പർവ്വതങ്ങളും എല്ലാം ഭൂമിയുമൊക്കെ പടലങ്ങളെ പോലെ പാറിപ്പറക്കുകയും ചിതറിത്തെറിക്കുകയും ചെയ്യുന്ന ഭയാനകമായ ഖിയാമത്ത് നാള്. ഈ അർത്ഥം വരുന്ന സൂക്തങ്ങൾ ഇങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സ്വഹാബി ബോധം കെട്ട് നിലത്തു വീണുപോയി. നിസ്കാരം നിർവഹിച്ചിട്ട് റസൂലുള്ള ചോദിച്ചു, മോനെ ഉമറേ, എവിടെയാണ് സഅലബ? നബിയെ, ബോധരഹിതനായി കിടക്കുകയാണ്. ഹബീബ് വന്നിട്ട് വിളിച്ചുണർത്തി, എന്തു പറ്റി മോനെ സഅലബ? അവിടുന്ന് പറയുന്നു, നബിയേ, തൊടല്ലേ നബിയേ, എന്നെ സ്പർശിക്കല്ലേ നബിയേ, ഈ കണ്ണുകൾക്ക് അവിടുത്തെ മുഖം കാണാൻ യോഗ്യതയില്ല, ഈ കണ്ണുകൾക്ക് ഈ തലകൾക്ക് അവിടുത്തെ നേർക്കിങ്ങനെ തിരിക്കാൻ അർഹതയില്ല. അള്ളാഹുവിന്റെ നരകത്തെ പേടിക്കാതെ ഹറാമ് കണ്ടുപോയവനാണ് ഞാൻ. പശ്ചാത്താപമുണ്ടോ നബിയേ? പടച്ച റബ്ബ് എനിക്ക് പുറത്തു തരുമോ നബിയേ?
1000 തെറ്റുകൾ എൻ്റെ നിത്യജീവിതത്തിൽ ഞാൻ ചെയ്യാറുണ്ട്. നമ്മൾ 1000 തെറ്റുകൾ ചെയ്യാറില്ലേ? നമ്മുടെ മനസ്സിനെ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു ചിന്ത മതിക്കാറുണ്ടോ? ഈ സഹാബി വര്യന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറയുന്നു, എന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കുമോ നബിയേ? ആ സമയത്ത് റസൂലുള്ളാഹി പറഞ്ഞു, മോനെ, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നരകീയ ശിക്ഷയെപ്പറ്റി കാവൽ ചോദിക്കുന്ന വിശുദ്ധമായൊരു പ്രാർത്ഥന പ്രവാചക പുങ്കവർ ചൊല്ലിക്കൊടുത്തിട്ട്, നീ ആവർത്തിച്ച് ചൊല്ലിക്കോ സഅലബാ. റസൂലുള്ളാഹി തങ്ങൾ സദുപദേശം നടത്തി. അവിടുന്ന് വീട്ടിലേക്ക് പോയി. പിന്നെയും നോക്കുമ്പോ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബിയെ അതാ ജമാഅത്തിന് കാണുന്നില്ല, നിസ്കാരത്തിന് വരുന്നില്ല. അന്വേഷിച്ചു നോക്കുമ്പോൾ വഹുവ മരീവൻ, അവിടുന്ന് രോഗിയാണ്. ഹബീബായ നബി സന്ദർശിക്കാൻ വേണ്ടി ചെന്നോ. നോക്കുമ്പോൾ സക്കറാത്തിന്റെ ഹാലിലാണ്. സക്കറാത്തിന്റെ ഹാലിൽ കിടന്ന സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന ശ്രേഷ്ഠനായ സഹാബി വര്യന്റെ തലയെടുത്ത് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ശറഫാക്കപ്പെട്ട മടിത്തട്ടിലേക്ക് ഇങ്ങനെ വെച്ചപ്പോൾ പെട്ടെന്ന് തല ഇങ്ങനെ വെട്ടി തിരിച്ചിട്ട് പറയുന്നു, നബിയേ, പാപം കണ്ടുപോയ ഈ കണ്ണുകളുള്ള തല അവിടുത്തെ ശ്രേഷ്ഠ സമ്പന്നമായ പരിശുദ്ധ പരിശ്രേഷ്ഠമായ മടിത്തട്ടിൽ വെക്കാൻ യോഗ്യതയില്ല നബിയേ. മോനെ സഅലബാ, നിനക്ക് അല്ലാഹു പുറത്തു തന്നിട്ടുണ്ട്. നീ വല്ലാതെ പടച്ച റബ്ബിനോട് പശ്ചാത്തപിച്ചയാളാണ്. നിന്റെ തൗബയല്ലാഹ് ഇഷ്ടപ്പെട്ടു പോയി സഅലബാ. ഈ സന്തോഷത്തിന്റെ വർത്തമാനം റസൂലുള്ളാഹി അറിയിച്ചപ്പോൾ ഒരു വല്ലാത്ത അതാ മഹാനായ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. മുഅ്മിനീങ്ങളെ, ജനാസ എടുക്കുന്ന നേരത്ത് റസൂലുള്ളാഹി തങ്ങളാണ് ജനാസയ്ക്ക് വേണ്ട എല്ലാ കർമ്മങ്ങളും ചെയ്തത്. ആ മയ്യിത്തുമായി ബന്ധപ്പെട്ട് എല്ലാ കർമ്മങ്ങളും ചെയ്തയാൾ റസൂലുള്ളാഹി തങ്ങളാണ്. ജനാസ കൊണ്ടുപോകുമ്പോ മുത്തുനബി പെരുവിരൽ കുത്തിയിട്ടാണ് നടക്കുന്നത്. സഹാബിമാര് ചോദിച്ചു, നബിയേ, എന്തിനാണ് അവിടുന്ന് പെരുവിരൽ കുട്ടിയിട്ട് മഹാനായ സഅലബയുടെ ജനാസയും കൊണ്ടുപോയത്? അപ്പൊ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, പടച്ച റബ്ബിലേക്ക് വല്ലാതെ പശ്ചാത്തപിച്ചു പോയ സഅലബത്ത് ബിൻ അബ്ദുറഹ്മാൻ എന്ന സഹാബി വര്യന്റെ പശ്ചാത്താപം അല്ലാഹ് സ്വീകരിച്ചു പോയി, വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി. ആകാശലോകത്ത് നിന്ന് സഅലബത്ത് ബിൻ അബ്ദുറഹ്മാന്റെ ജനാസ നിസ്കാരത്തിൽ പങ്കെടുക്കാൻ 1000 മാലാഖമാർ ഇറങ്ങി വന്നുപോയി. അവർക്ക് തിക്കും തിരക്കും കാണിക്കുന്ന മാലാഖമാർക്ക് സൗകര്യമൊരുക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ എന്റെ പെരുവിരലുകൾ കുത്തി കുത്തി നടന്നത്. ഇതെന്തൊരു ശ്രേഷ്ഠതയാണ്, ഇതെന്തൊരു പവിത്രതയാണ്. ആധുനിക ലോകത്തെ ചെറുപ്പക്കാരോട് ഈ തിയറീസുകൾ പറഞ്ഞാ മനസ്സിലാകുവോ? ഇതൊക്കെ പ്രസംഗിച്ചാൽ ആരെങ്കിലും ഉൾക്കൊള്ളുവോ? ഇന്നെല്ലാവരും പ്രണയത്തിന്റെ പിന്നാലെ പായുന്ന ആളുകളാണ്. ദിനേന ദിനം പ്രതി എത്ര ഹറാമുകൾ ഞാനും നിങ്ങളും കാണാറുണ്ട്. നമ്മുടെ മനസ്സിന്റെ അകത്തളങ്ങളിൽ എവിടെയെങ്കിലും വല്ല വേദനയുമുണ്ടോ? അതെന്തുകൊണ്ടാണ് വരാത്തത്? നമ്മുടെ ഖൽബിൽ ഈമാനിന്റെ കുറവുള്ളത് കൊണ്ടാണ്.
നമ്മുടെ മനസ്സുകൾ അത് റെഡിയാകാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സുകൾ നന്നായെങ്കിൽ നമ്മൾ ഓരോ ഹറാം വരുമ്പോഴും നമ്മൾ ഓടി ഓടി ഒളിക്കുമായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ നിത്യേന ഹറാം കണ്ടും ചെയ്തും നമുക്ക് അതിനോടൊരു താതാത്മ്യം, ഒരു സ്നേഹം, ഒരു അടുപ്പം, ഒരു അഭിവാഞ്ച നമ്മുടെ മനസ്സിൽ ഉടലെടുത്തിരിക്കുന്നു. തെറ്റുകളോട് നമ്മുടെ മനസ്സുകൾക്ക് ഈർഷ്യതയില്ലാത്തൊരവസ്ഥ സംജാതമായിരിക്കുന്നു. ഇതെന്തൊരു കഷ്ടമാണ് സഹോദരങ്ങളെ. എല്ലാവരും ഇന്ന് പ്രണയത്തിന്റെ പിന്നാലെ പോകാത്ത ചെറുപ്പക്കാരാരാ? കോളേജിൽ പഠിക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും 1, 2, 3, 4, 10, 15 ലവേഴ്സ് ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. ഇതൊക്കെ വെറുതെ പറയുന്നതാണോ? എന്തൊരു കഷ്ടമാണ്, എന്തൊരു ദുരന്തമാണ്, എന്തൊരു ദുരിതമാണ്. എല്ലാവരോടും പറയും, പൊന്നെ നീ എന്റെ കരള്, നിന്നെ അല്ലാതെ ഈ മനസ്സിനകത്ത് വേറൊരുത്തിയെ ഞാൻ കുടിയിരുത്തിയിട്ടേ ഇല്ല. നീ ഇല്ലാതെ എനിക്ക് ജീവിതം ദുസ്സഹവാ, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല, നീ ഇല്ലാതെ എനിക്കൊരു നിമിഷം സങ്കല്പിക്കാൻ കഴിയത്തില്ല എന്ന് ഈ 15 എണ്ണത്തിനോട് ഇവൻ ഇതേ വാക്ക് തന്നെ പറയും. എന്ത് ചെയ്യാനാ? പാവങ്ങൾ പണ്ടാരങ്ങൾ വിശ്വസിച്ചു പോകും. എന്നിട്ടെല്ലാം അലാക്കാക്കിയിട്ട് അവസാനം പൊടി നീ ഡേറ്റ് എക്സ്പയർ ആയി പോയി, എനിക്കിനി വെറൈറ്റീസ് ആവശ്യം, എനിക്ക് വേറെ ഒരു ലൈനുണ്ട്, അവളുമായി ഞാൻ പ്രണയത്തിലായി പോയി, എന്റെ കല്യാണം ഫിക്സഡ് ആയി പോയി, അതുകൊണ്ട് നീയുമായിട്ട് എനിക്ക് പറ്റത്തില്ല. ഇത് കേൾക്കുമ്പോഴത്തേക്ക് എന്റെ പൊന്നാര ഹബീബേ, നിങ്ങളെ കാത്ത് ഞാൻ എത്രയും നാളിരുന്നു. ഗൾഫിലാണ് ഭർത്താവുള്ളത്. ഒരു ചെറിയ മകള് വീട്ടിലുണ്ട്. ആ മകളെ ട്യൂഷൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്യൂഷൻ മാസ്റ്റർ വരുന്നുണ്ട് വീട്ടിൽ. മകളെ വീട്ടിൽ വന്ന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന മാഷ്, ഹിസ്റ്ററിയും കെമിസ്ട്രിയും പൊളിറ്റിക്സും ഒക്കെ പഠിപ്പിച്ച മാഷ് അവസാനം പഠിപ്പിച്ച് വീട്ടിലെ ഉമ്മായെ പഠിപ്പിക്കാൻ തുടങ്ങി. ബയോളജി, അനാട്ടമി ഒക്കെ പഠിപ്പിക്കാൻ തുടങ്ങി. സംഭവം ഇത് ചെറിയ മോളാണെങ്കിൽ ചെറിയ മോക്ക് ചിന്തയുള്ള മോളാണ്. അവൾക്ക് മനസ്സിലായി. അവള് വിളിച്ച് വാപ്പാക്ക് പറഞ്ഞെടുത്ത്, പൊന്നാര വാപ്പാ, നമ്മളെ ട്യൂഷൻ മാഷ് വന്നിട്ട് പഠിപ്പിച്ച് എന്നെ ഹിസ്റ്ററിയും കെമിസ്ട്രിയും ബയോളജിയൊക്കെ പഠിപ്പിച്ചു, ഉമ്മായും ബയോളജി അനാട്ടമിയൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഫോൺ വിളിച്ചു പറഞ്ഞു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആ സഹോദരൻ പിറ്റേ ദിവസം തന്നെ ആ സഹോദരൻ വന്നു, ഗൾഫിൽ നിന്ന് വന്നു. സ്വന്തം മോളല്ലേ വിളിച്ചു പറയുന്നത്. ഗൾഫിൽ കിടന്ന് ആർക്കു വേണ്ടിയാ ഞാൻ അധ്വാനിക്കുന്നത്? ഈ മോക്ക് വേണ്ടി, ആ പെണ്ണിന് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, തന്റെ മകൾക്ക് വേണ്ടിയുമല്ലേ ചോര നീരാക്കി അവിടെ പോയി അതിതീഷ്ണമായ ചൂട് സഹിച്ച് ഈ മനുഷ്യൻ ജീവിക്കുന്നത്. ഈ സഹോദരൻ ഈ വർത്തമാനം കേട്ടപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ എമർജൻസി ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്ക് വന്നു. നാട്ടിൽ വന്ന ആ ദിവസം അങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷേ ഉമ്മാക്ക് മാഷിന്റെ ബയോളജി ക്ലാസ് അങ്ങ് വല്ലാതെ രസിച്ചുപോയി. മാഷിന്റെ അനാട്ടമി ക്ലാസ് ഇല്ലാതൊരു ദിവസം കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ എന്നായി. പിറ്റേന്നായപ്പോഴത്തേക്കും ഉമ്മ ആ ട്യൂഷൻ മാസ്റ്ററുടെ കൂടെ എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയി. എങ്ങോട്ടോ പോയെന്നല്ല, കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്തൊരു റൂം എടുത്തവർ താമസമാരംഭിച്ചിട്ട് അവസാന 2 പേരും കൂടെ പോയിസൺ കഴിച്ച്, വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. മനസ്സിലായോ നിങ്ങൾക്ക്? ഇതെവിടേക്കായി ഈ സമുദായം പൊയ്ക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ ഒന്നല്ല, എത്ര സംഭവങ്ങളാ സഹോദരങ്ങളെ. ഭർത്താവ് ഗൾഫിലാണ്, ഒരു മകളും ഭാര്യയും ഉമ്മയും മാത്രമാണ് വീട്ടിലുള്ളത്. എല്ലാ ദിവസവും വീട്ടിലൊരു പ്രതിഭാസം നടക്കും. മഗ്‌രിബിന്റെ ബാങ്ക് വിളിച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ വീട്ടിലെ കറണ്ട് ഡിം അങ്ങ് പോകും. എല്ലാ ദിവസവും ഇങ്ങനെ ഒരു പ്രതിഭാസം. ചെറിയ മോളാണെങ്കിലും ബുദ്ധിയുള്ള മോളാ. പഴയ കാലത്തെ പിള്ളേരൊന്നും ആലോചിക്കില്ല. പഴയ കാലത്ത് വല്ല ഐസക് ന്യൂട്ടൻ മാത്രമേ ആലോചിക്കൂ. അയാൾ ഇങ്ങനെ തോട്ടത്തിരുന്നപ്പോ കാണാം ആപ്പിള് താഴേക്ക് വീണു. എന്തുകൊണ്ടായി ആപ്പിള് താഴേക്ക് വീണത്? എന്താ ഇത് മേളിലോട്ട് പോകാത്തതെന്ന് അയാൾ ചിന്തിച്ചു. അപ്പോഴാ ഗ്രാവിറ്റി ഫോഴ്സ് ഉണ്ടായത്. അറിയുമല്ലോ, ഭൂഗുരുത്വാകർഷണ ബലവും സിദ്ധാന്തമൊക്കെ. പക്ഷെ അങ്ങനെ എല്ലാരും അങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ ഈ കാലഘട്ടത്തിൽ ചെറിയ മക്കളാണെങ്കിലും ചിന്തിക്കുന്ന പിള്ളേരാ. ആ കുട്ടി ചിന്തിച്ചു, എന്താ നമ്മുടെ വീട്ടിൽ മാത്രം എല്ലാ ദിവസവും സന്ധ്യ ആകുമ്പോ അരമണിക്കൂർ കൃത്യമായിട്ട് കറണ്ട് പോകുന്നു, കറണ്ട് വരുന്നു. ഇതെങ്ങനെ ഈ മായാജാലം നടക്കുന്നത്? അവള് മെല്ലെ ഒബ്സർവേഷൻ നടത്തി നോക്കുമ്പോ സംഗതി ഉമ്മയാണ് കള്ളിയാകുന്നത്.
വാപ്പ അടുത്ത് വിളിച്ചു പറഞ്ഞു കൊടുത്ത്, വാപ്പ സംഗതി ആ കലിപ്പ് കേസാ, വാപ്പ എത്രയും പെട്ടെന്ന് വന്നേ പറ്റത്തുള്ളൂ. വാപ്പ ഗൾഫിൽ നിന്ന് വന്നു. വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, മോളെ എന്താണ് പ്രശ്നം, ഇങ്ങനെയൊക്കെയാണോ സംഗതി? അപ്പൊ അവള് പറയാൻ തുടങ്ങി, അയലത്തെ വീട്ടിലെ കാക്ക തന്നെയാണ് കഥാപാത്രം, അയലത്തെ വീട്ടിലെ കാക്ക തന്നെയാ കഥാപാത്രം. കാരണം ഗൾഫിൽ പോണതിന്റെ തലേ ദിവസം വീട്ടിൽ വന്ന കാക്കാനോട് പറഞ്ഞു, പ്രിയപ്പെട്ട കാക്ക, ഞാൻ എന്റെ ഭാര്യയെ ഒറ്റയ്ക്കാക്കി, എന്റെ മകളെ തനിച്ചാക്കി, എന്റെ ഉമ്മാനെ തനിച്ചാക്കി ഞാൻ അങ്ങ് സൗദി അറേബ്യയിൽ പോവുകയാ, നിങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും എന്റെ കുഞ്ഞുമോളെയും എന്റെ ഉമ്മായെയും നിങ്ങൾ ശ്രദ്ധിച്ചോണേ, നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഇവിടെ നിങ്ങളൊരു കണ്ണിവിടെ വേണമേ എന്ന് പറഞ്ഞിട്ട് പോയിരുന്നു. സുബ്ഹാനല്ലാഹ്, നല്ലോലങ്ങ് ശ്രദ്ധിക്കാൻ തുടങ്ങി, നല്ലോലങ്ങ് കണ്ണുവെക്കാൻ തുടങ്ങി. അത് ഓവറായപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ തുടങ്ങി. ഒടുവിൽ 2 മാസക്കാലത്തോളം ഈ സഹോദരൻ ലീവിൽ നാട്ടിൽ താമസിച്ചു. അതാ പോകുന്നതിന്റെ ഒരു ദിവസം മുന്നേ മാർക്കറ്റിൽ പോയി ചെമ്മീനും ചാളയും ചൂരയും മത്തിയും കൊഴിയാളയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു. എന്തിനാ? പുറത്തു വരിച്ച് ഗൾഫിൽ കൊണ്ടുപോയി തിന്നാനാ. അങ്ങനെ മാർക്കറ്റിൽ പോയി മീനും മത്സ്യവും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു നോക്കുമ്പോ ഭാര്യയെ കാണുന്നില്ല. എവിടെ പോയി, എവിടെ പോയി എന്റെ ഭാര്യ, എവിടെ പോയി? അപ്പൊ മകള് പറഞ്ഞു, പാപ്പാ പോയി പോയി, ഉമ്മ പോയി, ഓന്റെ കൂടെ യാത്രയായി. എന്തൊരു കഷ്ടവാ സഹോദരങ്ങളെ. മാത്രമല്ല മോള് നിർത്തുന്നില്ല. മോള് പറഞ്ഞു, പൊന്നാര വാപ്പാ പെട്ടി പോയി, പാസ്പോർട്ടും ടിക്കറ്റും പണവും അടങ്ങുന്ന പെട്ടി കൂടി അവൾ എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതാ ഈ പാവപ്പെട്ട സഹോദരനുണ്ടല്ലോ, എല്ലാം നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരൻ, തോന്നിവാസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ അതെല്ലാം സഹിച്ച് സഹനത്തോടെ ക്ഷമയോടെ കൈകാര്യം ചെയ്ത പ്രിയപ്പെട്ട പ്രവർത്തകൻ, ആ പ്രിയപ്പെട്ട സ്നേഹിതനുണ്ടല്ലോ, അദ്ദേഹം കൽബ് പൊട്ടി തകർന്ന അവശനായി നടക്കുകയാണ്. അയാൾക്ക് ഗൾഫിൽ പോകാൻ കഴിയുന്നില്ല. അയാളതാ വിഷമിച്ചൊരു മാസം കഴിഞ്ഞു. ആളുകളൊക്കെ കളിയാക്കാൻ, നീ എവിടുത്തുകാരനാടാ, നിന്റെ പെണ്ണുമ്പോൾ ഓർത്തന്റെ അയലത്തുകാരൻ്റെ കൂടെ അടിച്ചുകൊണ്ടുപോയി, അമ്മ അടിച്ചുകൊണ്ടുപോയി, നീ എന്തുവാടാ കഴിവുകെട്ടോനാന്നോടാ നീ? അങ്ങനെ അയാൾ നാട്ടുകാർക്കിടയിൽ ഒരു ഹാസ്യ കഥാപാത്രമായി മാറി. അവളെ പറ്റിയൊരു വിവരവും ലഭിക്കുന്നില്ല. എല്ലാവരും തന്നെ പരിഹസിക്കുന്നു, എല്ലാവരും തന്നെ ആക്ഷേപിക്കുന്നു, എല്ലാവരും തന്നെ അധിക്ഷേപിക്കുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. ആ സഹോദരൻ അതാ 1 മാസം പൂർത്തിയാകുന്ന ദിവസം തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ സൂയിസൈഡ് ചെയ്തു പോയി. സഹോദരാ, ആ പ്രിയപ്പെട്ട കുഞ്ഞുമകളില്ലയോ, ഉമ്മാരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, വാപ്പയിതാ തൂങ്ങി മരിച്ചുപോയ പ്രിയപ്പെട്ട പൊന്നുമോൾ, ഒരു മാനസിക രോഗിയെ പോലെ വീട്ടിന്റെ അകത്തളത്തിൽ കിടന്നലറിക്കരയുന്ന ഉമ്മ, ഉമ്മ, വാപ്പാ, ഉപ്പാ, എന്നെ വിട്ടേച്ച് നിങ്ങൾ രണ്ടുപേരും എവിടെയാ പോയത്? ചെറിയ പൊന്നുമോളുണ്ടല്ലോ, സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പൊന്നുമോൾ, 11 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞുമോൾ, ഒരു ഭ്രാന്തിയെ പോലെ വീട്ടിന്റെ അകത്തളത്തിൽ അലമുറയിട്ട് നിലവിളിക്കുകയാണ്. ആരാണ് ഇതിന് ഉത്തരവാദി? ആരാ ഇതിന് സമാധാനം പറയേണ്ടത്? എന്റെ പ്രിയപ്പെട്ട സമൂഹത്തിലെ ചെറുപ്പക്കാരും എന്റെ യുവാക്കളും വളരെ കാർക്കശ്യത്തോടെ ആലോചിക്കേണ്ട, ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാ. ഇതൊന്നും അവസാനിക്കുന്നില്ല. 4 മക്കളുണ്ട് ഒരു ഉമ്മാക്ക്, 4 മക്കള്. ഭർത്താവ് നാട്ടിൽ തന്നെ ഉള്ളത്. അയലത്തുകാരനായി 20 വയസ്സുകാരനുമായി ഈ 40 വയസ്സുകാരിയായ 4 മക്കളുള്ള പ്രിയപ്പെട്ട സഹോദരിക്കൊരു പ്രണയം മുട്ടിട്ട് പോയി. എന്തു ചെയ്യാനാ? പ്രണയം മുട്ടിട്ട് പോയി, മനസ്സുള്ളിൽ മോഹമായി. വയസ്സാം കാലമായാലെന്താ, ഭാര്യ ഭർത്താവ് നാട്ടിലുണ്ടേലെന്താ, മക്കള് 4 ഉണ്ടേലെന്താ, മനസ്സുള്ളിൽ പ്രണയം മുട്ടിട്ട് പോയി, മോഹമായി. ഇതൊന്നും ഉള്ള പാട്ടല്ല കേട്ടോ, ഇങ്ങനെ നിൽക്കണം, ഇപ്പിങ്ങനെ വരണ പാട്ടാ, നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. അതുകൊണ്ട് ചിലപ്പോ കോലോ മാലോ ഒന്നും ഉണ്ടാകൂല. സദയം ക്ഷമിക്കുക. സുബ്ഹാനല്ലാഹ്, എന്ത് ചെയ്തു? അങ്ങനെ പ്രശ്നമായി.
ആ പ്രിയപ്പെട്ട സഹോദരൻ 20 വയസ്സ് പ്രായമുള്ള തന്റെ മൂത്ത മകനോളം പ്രായമുള്ള ആ ചെറുപ്പക്കാരനുമായി 40 വയസ്സുകാരിയായ പെണ്ണുങ്ങൾക്ക് പ്രണയമുണ്ടായി. ഒടുവിൽ എന്ത് ചെയ്തു? പ്രശ്നമായി. രണ്ടുപേരും ഒളിച്ചോടിപ്പോയി. എങ്ങോട്ടോ ഒളിച്ചോടിപ്പോയിട്ട് അപ്പുറത്തുള്ള ഏതോ ഒരു നാട്ടിൽ രഹസ്യമായി താമസിക്കുന്നു എന്ന് വിവരം കിട്ടി. ഇവരവസാനം കേസായി പൊല്ലാപ്പായി കോർട്ടിലെത്തിയപ്പോ മറ്റവൻ പറഞ്ഞു, എടി ആ കൊച്ചു മക്കളതാ 4 മക്കളും നിരന്നു നിന്ന് കരയുന്നു, ഉമ്മ നിങ്ങൾ തിരിച്ചു വരണം ഉമ്മ എന്നും പറഞ്ഞു. എന്നാലും ഉമ്മ എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും ഉമ്മ ആവൂലല്ലോ. ഈ 4 മക്കളിൽ നിന്ന് കരയാൻ തുടങ്ങി. ഉമ്മ നിങ്ങൾ ഞങ്ങളെ കൂടെ വരണം ഉമ്മ. ഭർത്താവാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ ഇങ്ങനെ നിൽക്കുന്നു. ആ ചെറുക്കൻ പറഞ്ഞു, 20 വയസ്സായ ചെറുക്കൻ പറഞ്ഞു, എന്റെ പൊന്നാര പെങ്ങളെ നിങ്ങൾ അയാളെ കൂടെ പൊയ്ക്കോ, ആ മക്കൾ നിലവിളിക്കുന്നുണ്ടില്ലേ, നിങ്ങളിപ്പോ എന്റെ കൂടെ വന്നില്ലേ, എനിക്ക് പ്രശ്നമൊന്നുമില്ല അവൻ പറഞ്ഞു. 20 വയസ്സുകാരനായ കാമുകൻ പറഞ്ഞു, എന്നാൽ ആ പ്രിയപ്പെട്ട 40 വയസ്സുകാരിയായ പെങ്ങള് പറഞ്ഞു, വേണ്ട മക്കളെ വേണ്ട എനിക്ക്, ഭർത്താവേ വേണ്ട എനിക്ക്, നിന്ന മതി മോനെ. ഇതെന്തൊരു ദുരന്തമാണ് സഹോദരങ്ങളെ. കോടതി വരാന്തയിൽ വെച്ച് എത്രയോ പ്രിയപ്പെട്ട സഹോദരിമാർ, 18 വയസ്സായ 18 വയസ്സ് പൂർത്തിയായ പ്രിയപ്പെട്ട സഹോദരിമാർ, ഈ സമുദായത്തിലെ ഹാജിയാക്കന്മാരുടെ മക്കൾ, മുസ്ലിയാക്കന്മാരുടെ മക്കൾ, ഈ സമുദായത്തിലെ അഡ്രസ്സും ഈ സമുദായത്തിലെ ഐഡന്റിറ്റിയും പേര് ജീവിക്കുന്ന ഈ സമുദായത്തിലെ പെൺമക്കൾ കോടതിയുടെ വരാന്തയിൽ വെച്ച് അന്യമത സഹോദരന്റെ കയ്യിൽ പിടിച്ചിട്ട്, ഇത്രയും കാലം എന്നെ പോറ്റി വളർത്തിയ, ഇത്രയും കാലം എനിക്ക് അന്നം നൽകിയ, ഇത്രയും കാലം എനിക്ക് ജീവിതം നൽകിയ എന്റെ പ്രിയപ്പെട്ട ഉമ്മായ എനിക്ക് വേണ്ട, എന്റെ വാപ്പാനെ എനിക്ക് വേണ്ട, എന്റെ അശോകേട്ടനെ മാത്രം എനിക്ക് മതി, അതല്ലെങ്കിൽ എന്റെ ഫത്താഹിക്കായ മാത്രം എനിക്ക് മതി എന്ന് പറഞ്ഞ് എവിടെ നിന്നോ കയറി വന്ന ഒരു തന്റെ കൈക്ക് പിടിച്ച് കോടതി വരാന്തയിൽ വെച്ച് ഉമ്മാനെ കണ്ണീര് കുടിപ്പിച്ച്, വാപ്പാനെ കണ്ണീര് കുടിപ്പിച്ച് ഇറങ്ങിപ്പോകുന്ന എത്ര പെൺകുട്ടികളായി സമുദായത്തിലുള്ളത്. പെങ്ങളെ കണ്ടില്ലേ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവിടുന്ന് ഭരണസാരഥ്യം നടത്തിക്കൊണ്ടിരിക്കുന്ന മദീനയിലൂടെ ഒരു പാതിരാ സമയത്തിങ്ങനെ മഹാനവറുകൾ ഇറങ്ങി നടക്കുകയാണ്. ഇറങ്ങി ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ പാതിരാവിന്റെ പഴുതിൽ എവിടെ നിന്നോ ഒരു വല്ലാത്ത പാട്ട് കേൾക്കുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഖലീഫയായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാതിരാത്രിയുടെ യാമത്തിൽ ഇങ്ങനെ സഞ്ചരിച്ച് പോകുമ്പോൾ ആരോ പാട്ടുപാടുന്നു. എവിടെ നിന്നോ ശോകാർദ്രമായൊരു പ്രേമഗാനം ആരോ ആലപിക്കുന്നു. ഉമറുൽ ഫാറൂഖ് തങ്ങൾ കാതോർത്ത് നോക്കി, എവിടുന്നാ ശബ്ദം കേൾക്കണത്, എവിടുന്നാ പാട്ട് കേൾക്കണത്? മെല്ലെ മെല്ലെ പാട്ട് കേട്ട താഴ്വാരയിലേക്ക് നടന്ന് ചെല്ലുന്നു. ഒരു ചെറിയ താഴ്വാരത്ത് ഒരു ചെറിയ കുടിലിന്റെ അകത്തളത്തിൽ നിന്നും ഒരു മധുര 17കാരിയായ പെണ്ണിന്റെ പാട്ടാണ്. തതാവാല ഹാദൽ ലൈലു ഫഹ്തസ്സ ജാനിബു فأراقني ألا خليل نلاعب فوالله لولا الله تخشى عواقب لحراك من هذا سريري جوانب تطاول هذا الليل فاغتز جانبه. ഈ രാത്രിയത്തെ സുദീർഘമാണ്. ഒരു വീട്ടിന്റെ അകത്തളത്തിൽ ഏകാഗിയായ ഒരു മധുര 17കാരിയായ പെണ്ണ് പാടുകയാണ്. ഈ രാത്രി എത്ര സുദീർഘമാണ്. എന്തുകൊണ്ടാണ്? കിഴക്കൻ ചക്രവാള സീമയിൽ സൂര്യൻ ഉദിക്കാൻ
ലഭിക്കാത്തത്? എന്തുകൊണ്ടാണ് ഈ രാത്രി ഒന്ന് പെട്ടെന്ന് പ്രഭാതമാകാത്തത്? എന്തുകൊണ്ടാണ്? ഈ രാത്രി എത്ര സുദീർഘമായ രാത്രിയാണ്. എന്റെ കളിത്തോഴൻ എന്റെ അടുക്കൽ എന്നോടൊപ്പം കിടപ്പറ പങ്കിടാൻ, എന്റെ കളിത്തോഴനായ എന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ എന്റെ ഭർത്താവ് എന്റെ കിടപ്പറയിൽ എന്നോടൊപ്പം ഇല്ലല്ലോ. ഈ രാത്രി എന്താണെന്ന് നേരമെടുക്കാത്തത്? ഈ രാത്രി എന്താണെന്ന് പ്രഭാതമാകാത്തത്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും സശ്രദ്ധപൂർവ്വമായി ആ പാട്ടിനിങ്ങനെ കാതോർത്തു. ആ പെണ്ണ് പറയുന്നു, ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വാഖിബു ലഹറാക മിൻ ഹാദാ സരീരി ജവാനിബു. പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അല്ലാഹുവിൽ എനിക്ക് പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് ആത്മാർത്ഥതയും സ്നേഹവും ഇല്ലായിരുന്നെങ്കിൽ, ഏകയായി കഴിയുന്ന പെണ്ണ് പാടുന്നു, പടച്ചോനാണ് എനിക്ക് പടച്ചവനെ പേടിയില്ലായിരുന്നെങ്കിൽ, എന്റെ ഭർത്താവിനോട് എനിക്ക് സ്നേഹമില്ലായിരുന്നെങ്കിൽ, ഈ താഴ്വാരത്ത് ആട്ടിൻപറ്റങ്ങളെ നയിക്കാൻ വരുന്ന കോമളന്മാരായ ആൺപിള്ളേരെ കൊണ്ട് എന്റെ കട്ടില് ചലിക്കുമായിരുന്നു. പക്ഷേ ഫവല്ലാഹി ലൗലല്ലാഹി തുഖ്ശാ വാഖിബു. ആ പെങ്ങളുടെ മനസ്സകങ്ങളിൽ അല്ലാഹുവിനോട് പേടിയുണ്ട്. ആ പെങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിൽ ഭർത്താവിനോടുള്ള കടപ്പാടിന്റെയും ഇഷ്ടത്തിന്റെയും ആത്മാർത്ഥതയുടെയും മലമാലകൾ നിലയ്ക്കാതെ പ്രവഹിക്കുന്നുണ്ട്. ഇതെന്തൊരു മഹിതമായ മാതൃകയാണ്. ആർക്കാണ് ഈ മാതൃകയിലൂടെ സഞ്ചരിക്കാൻ കഴിയുക? അങ്ങനെ സഞ്ചരിച്ചാൽ നമുക്ക് വിജയം ലഭിക്കാം, അല്ലെങ്കിൽ നമുക്ക് പരാജയമാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിനെ പേടിച്ച് ഞാനും നിങ്ങളും ജീവിക്കണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ്, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിലാണ്, ഇല്ലാ മൻ അബാ. വിലങ്ങി നിന്ന ആളുകൾ ഒഴികെ, വിലങ്ങി വിധേയപ്പെടാതെ നിന്ന ആളുകൾ ഒഴികെ എന്റെ സമുദായം മുഴുവനും സ്വർഗ്ഗത്തിലാണ്. ആ നേരത്ത് സഹാബത്ത് ചോദിച്ചു, ഖീല വമൻ അബാ യാ റസൂലല്ലാഹ്, ആരാ നബിയെ അവിടുത്തോട് വിലങ്ങ് കാണിച്ച ആളുകൾ? ആരാ നബിയെ അവിടുത്തോട് നിഷേധം കാണിച്ച ആളുകൾ? ആരാ നബിയെ അവിടുത്തോട് പുറംതിരിഞ്ഞു നിന്ന ആളുകൾ? അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്നോട് വിരോധം പുലർത്തിയ ആളുകൾ, ഞാൻ പഠിപ്പിച്ച ദീനിനെതിരെ വിസമ്മതം കാണിച്ച ആളുകൾ, അവർ നരകത്തിലാണ്. സഹോദരങ്ങളെ, നന്മ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പോകാം, തിന്മ ചെയ്താൽ നമുക്ക് നരകത്തിൽ പോകാം. ഇന്ന അസ്ഹാബൽ ജന്നത്തിൽ യൗമ ഫീ ശുഗ്ലിൻ ഫാകിഹൂൻ ഹും വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തു വലഹും മാ യദ്ദഊൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തു യാസീൻ നമ്മൾ എത്ര തവണ പാരായണം ചെയ്ത സൂറത്താ, നമ്മൾ എത്രയോ തവണ പാരായണം ചെയ്ത സൂറത്തല്ലയോ? ആ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്ന മഹിതമായ ആശയം കണ്ടോ? സന്മാർഗം ചെയ്ത ആളുകളുണ്ടല്ലോ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിച്ച ആളുകളുണ്ടല്ലോ, അവർക്ക് അള്ളാഹു സ്വർഗം സംവിധാനിച്ചിട്ടുണ്ട്. മഹിതമായ സ്വർഗമാണ്.
സുഗാഡംബരങ്ങളുടെ പറുദീസകൾ ഒരുങ്ങിയ സ്വർഗമാണ്. അവർ ആ സ്വർഗീയ ലോകത്ത് അവരുടെ ഇണകളുമായി അവരതാ അവിടുത്തെ മനോഹരമായ കട്ടിലുകളിൽ അവർ ഉല്ലസിക്കുന്ന ആളുകളാണ്. അവർക്കിഷ്ടമുള്ളതെന്തും അവിടെ നിന്ന് കിട്ടും. അവർ നനയ്ക്കുന്ന പഴങ്ങളെല്ലാം അവർക്ക് ഭക്ഷിക്കാം. പാലിനേക്കാൾ വെണ്മയുള്ള, തേനിനേക്കാൾ മധുരമുള്ള, മിസ്കിനേക്കാൾ സുഗന്ധമുള്ള പാനീയങ്ങളെ അല്ലാഹ് അവരെ കുടിപ്പിക്കുകയാണ്. മോഹിച്ചതെത്തുന്നുണ്ട്, ഫോൺ വിളിക്കണ്ട. ഒലിക്കുന്ന നീരെടുത്തുണ്ട്, സ്ക്രൂ തിരിക്കണ്ട. പറക്കും ശരീരത്തിലുണ്ട്, കാറെടുക്കണ്ട. നീ കരുതിയാൽ മതി, പാറുമേ പറയണ്ട. വിളമ്പണ്ട, നീ അതിൽ പാചകം ചെയ്യണ്ട. കുൻ എന്ന സുച്ചതിനൊക്കെയുണ്ടതുകൊണ്ടാ. കാലപ്പഴക്കം കൊണ്ടു നീ നരക്കണ്ട. 33-ലൊരിക്കലും കവിയണ്ട. റബ്ബിന്റെ തൗഫീഖാൽ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണ് അവനിഷ്ടമായാൽ നിന്നെ. ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലോ കോടീശ്വരൻ തന്നാണ് നീ. എക്കാലവും നീ വലിയ പാവപ്പെട്ടവനായിരുന്നു. മുതലാളിമാരൊക്കെ അവൻ പാവപ്പെട്ടവനാടാ, സമൂഹത്തിൽ താഴ്ന്ന കാറ്റഗറിയിലുള്ളവനാടാ എന്ന് പറഞ്ഞ് നിന്നെ പുച്ഛിച്ചിട്ടുണ്ടാവാം മോനെ. എന്നാൽ അല്ലാഹുവിനെ പേടിച്ച് നീ ജീവിച്ചത് കൊണ്ട് ആഖിറത്തിൽ നീ കോടീശ്വരനാണ്. നീ ഉദ്ദേശിക്കുമ്പോൾ പാറുന്ന ശരീറുകൾ, കട്ടിലുകൾ അതിലുണ്ട്. നീ ഉദ്ദേശിക്കുമ്പോൾ നിനക്ക് പൂജിക്കാൻ പറ്റിയ പഴങ്ങൾ അതിലുണ്ട്. എന്നാൽ അല്ലാഹുവിന് നീ വിരുദ്ധം പ്രവർത്തിച്ചാലോ, അല്ലാഹുവിന് ഞാൻ വിരുദ്ധം പ്രവർത്തിച്ചാലോ, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. മാറിനിക്കിനടാ ഇന്നേ ദിവസം, മാറിനിക്കിനടാ ഇന്നേ ദിവസം അല്ലാഹു കൽപ്പിക്കുകയാണ്. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കതീറൻ ഫലം തകൂനു തഅഖിലൂൻ. ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. വിശുദ്ധ ഖുർആനിൽ എത്ര തവണയാണ് നമ്മളിത് പാരായണം ചെയ്തത് സഹോദരാ. വലഖദ് അളല്ല മിൻകും ജിബില്ലൻ കതീറാ ഫലം തകൂനു തഅഖിലൂൻ. വല്ലാതെ അതിർലംഘനം ചെയ്തു പോയല്ലേ, എന്നെ നീ അനുസരിച്ചില്ലല്ലോടാ, എന്നെ നീ അനുസരിച്ചില്ലല്ലോടാ. അല്ലാഹു പറയുകയാണ് വിശുദ്ധമായ ഖുർആനിൽ, അഫലം തകൂനു തഅഖിലൂൻ. ആലോചിച്ചുടായിരുന്നോ? ബുദ്ധി തന്നില്ലേ? ചിന്തിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ആലോചിച്ചില്ലായിരുന്നല്ലോ അല്ലേ? ഒരല്പം ചിന്തിക്കാമായിരുന്നല്ലോ, ഒരല്പം ആലോചിക്കാമായിരുന്നല്ലോ. അതാ ഫലാ തഅഖിലൂൻ. ഹാദിഹി ജഹന്നമുല്ലതി, ഹാദിഹി ജഹന്നമുല്ലതി കുൻതും തുഅദൂൻ. ഇതാ ഈ കാണുന്ന നരകം കണ്ടോ, അത് നിനക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ട നരകമാണ്. സുബ്ഹാനല്ലാഹ്. നാരകീയ ശിക്ഷ എത്ര കഠിന കഠോരമാണ് സഹോദരങ്ങളെ. അതികഠിനമായൊരു ദാഹമാണ് അവർക്കുള്ളത്. പതയ്ക്കുന്ന ചീഞ്ചലമാണതിൽ ലഭിക്കുന്നത്. ദാഹിക്കുന്നേ, ദാഹിക്കുന്നേ, ഞങ്ങൾക്ക് വെള്ളം തരണേ,
ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നിങ്ങനെ നിലവിളിച്ച് നരകീയവാസികൾ ഇങ്ങനെ നിലവിളിക്കുന്ന നേരത്ത് അതാ പടച്ച റബ്ബ് ഒരു പ്രത്യേക ചീഞ്ചലം അവർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അതിങ്ങനെ കുടിക്കാൻ വേണ്ടി അതിന്റെ പാത്രം ഇങ്ങനെ അടുപ്പിക്കുമ്പോഴോ ചൂടേറ്റു മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, തലമുടി കരിഞ്ഞതിലുള്ള തോലിളകുന്നതാ. ആർക്കാണ് ശിക്ഷയെ തടയാൻ കഴിയുക? ലിമനിൽ മുൽക്ക്, ആർക്കാണ് അധികാരം? ആർക്കാണ് അധികാരം? അല്ലാഹ് ചോദിക്കുന്ന ഭയാനകമായ ആഖിറമുണ്ടല്ലോ. ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ പടച്ച റബ്ബ് നമ്മളെ ശിക്ഷിക്കാൻ തുനിഞ്ഞാൽ ആർക്കാണ് നമ്മളെ രക്ഷപ്പെടുത്താൻ കഴിയുക? ആർക്കാണ് അവിടെ രക്ഷപ്പെടാൻ കഴിയുക? ഒരു വക്കീലിന്റെ വാദവും അവിടെ ജയിക്കില്ല. ഒരു മുതലാളിയുടെ പണവും അവിടെ വില പോകില്ല. ഒരു പൊളിറ്റിക്കൽ ലീഡറുടെ സ്വാധീനവും അവിടെ ജയിക്കില്ല. ഒരു പണ്ഡിതന്റെ സ്വാധീനവും അവിടെ ജയിക്കില്ല. അല്ലാഹ് ചോദിക്കുന്നു, ഇന്ന് ദിവസം ആർക്കാണ് അധികാരമുള്ളത്? ഇന്നലെ പ്രൈം മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരുന്നു, മിനിസ്റ്റർക്ക് അധികാരമുണ്ടായിരുന്നു. അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാർക്കും മേലാളന്മാർക്കും പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആളുകൾക്കും IG-മാർക്കും DGP-മാർക്കും അധികാരമുണ്ടായിരുന്നു, മിലിറ്ററിക്ക് അധികാരമുണ്ടായിരുന്നു. ഇന്ന് ആർക്കാണ് അധികാരമുള്ളത്? ഞാനാണ് അധികാരി. ഇവിടെ ഒരു അധികാരിക്കും ഇന്ന് അധികാരമില്ല. അതീശാധികാരങ്ങളുടെ അധികാരിയായ, അതീശാധികാരങ്ങളുടെ മുഴുവനും അധികാരിയായ രാജാവായ, അധികാരികളുടെ അധികാരിയായ, അധികാരം പുലർത്തുന്ന അധികാരി അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനല്ലാതെ അന്നേ ദിവസം ആർക്കും അധികാരമില്ല. നാരകീയമായ ശിക്ഷയിലേക്ക് എന്നെയും നിങ്ങളെയും പടച്ച റബ്ബ് വലിച്ചെറിഞ്ഞാൽ, ആ വെള്ളം ഇങ്ങനെ നമ്മൾ കുടിച്ചാൽ, നരകത്തിൽ നിന്ന് നമുക്ക് കുടിക്കാൻ തരുന്ന ജലം ഇങ്ങനെ കുടിച്ചു പോയാൽ, ഉള്ളിൽ കടന്നാൽ കുടലുകൾ ഞൊറുങ്ങുന്നതാ, പിന്ദ്വാര വഴിയത് മുഴുവനും ഒഴുകുന്നതാ. നരകത്തിലുണ്ടേ ആഴമേറിയ കുണ്ടുകൾ, വിഷം മൂത്ത പാമ്പതിലുണ്ട് ഉഗ്രൻ തേളുകൾ. കാള പോലെ വലിപ്പമുള്ള തേളുകൾ അതിനകത്തുണ്ട്, വലിയ സർപ്പങ്ങൾ അതിനകത്തുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ പണവും പത്രാസും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ആളുകൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ കള്ളവല്ലേ മുസ്ലിയാരെ, ഇതൊക്കെ കള്ളക്കഥകളല്ലേ മുസ്ലിയാരെ. അനുഭവങ്ങളാണ് മോനെ നിനക്ക് പാഠങ്ങളുള്ളത്. അബൂജഹലിന്റെ അടുത്ത് റസൂലുള്ള ചന്ദ്രൻ രണ്ടാക്കി പിളർത്തി കൊടുത്തപ്പോ അബൂജഹൽ പറഞ്ഞു, ഇത് മായാജാലമാണ് മുഹമ്മദേ, നീ ചന്ദ്രനെ പിളർത്തിയിട്ടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും എഴുന്നേറ്റ് അടുത്തേക്ക് വരുമോ? അദീമായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. നമുക്ക് ഇന്നിവിടെ ദുആയിലൊന്ന് പിരിയാം. അദീമായ റബ്ബ് നമ്മുടെ ഈ മജ്ലിസിന് കബൂലിയത്ത് തരണം. നമ്മൾ ഈ പറഞ്ഞതും കേട്ടതുമെല്ലാം ആഖിറത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്നതാകണം പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും ഞാനും നിങ്ങളുമെല്ലാം അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനും നിങ്ങളും ഇഷ്ടപ്പെടണം. എല്ലാ അർത്ഥത്തിലും ഹബീബുമായി നമ്മൾ അടുക്കണം. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി വൈരാഗ്യമില്ല, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി ദേഷ്യമില്ല. എന്റെ പെങ്ങന്മാർ, എന്റെ സഹോദരിമാര് സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാനിതൊക്കെ പരാമർശിച്ച് സംസാരിച്ചത്. എന്തുകൊണ്ടാ ഞങ്ങളെ മാത്രം ഇങ്ങനെ വേദനിപ്പിച്ചതെന്നാരും വിചാരിച്ച് ബേജാറാകണ്ട. പെങ്ങളെ, ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാനല്ലേ, ഖബറിൽ നമുക്ക് രക്ഷപ്പെടാനല്ലേ. ഈ പാവപ്പെട്ടവന്റെ വാദ കേട്ടിട്ട് എന്റെ പെങ്ങൾക്ക് എന്നെങ്കിലും അതാ
ദീനിയായി ജീവിച്ച് ഔറത്ത് മറച്ച് പടച്ച റബ്ബിനെ പേടിച്ച് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തത് ഹബീബിന് ഇഷ്ടമില്ലാത്തത് വെടിഞ്ഞിട്ട് എന്റെ ചെറുപ്പക്കാരും എന്റെ മജ്‌ലിസിൽ വന്ന ആളുകളും നല്ലൊരു ജീവിതം നയിച്ചാൽ ഇവിടെ വെച്ച് നമ്മൾ സംഗമിച്ചതുപോലെ സ്വർഗത്തിലും നമുക്ക് സംഗമിക്കാൻ അള്ളാഹു ഭാഗ്യം തന്നെ അനുഗ്രഹിക്കും. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായി അള്ളാഹുവിനെ പേടിക്കണം. ഒന്നാമതും രണ്ടാമതും മൂന്നാമതും എല്ലാ അർത്ഥത്തിലും കൃത്യമായി 5 നേരം നിസ്കരിക്കണം. ആരും പലിശ ഇടപാടുമായി ബന്ധം നടത്തരുത്, ആരും കള്ളു കുടിക്കരുത്, പെണ്ണ് പിടിക്കരുത്, തോന്നിവാസം ചെയ്യരുത്, ഒരു സഹോദരനെയും അന്യായമായി ആക്രമിക്കരുത്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി വഫീ റിവായത്തുൻ ഉഖറാ ലി അഹ്മദിൻ അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നമ്മൾ പൂർണ്ണനായ മുസ്ലിം ആകണമെങ്കിൽ ഒരു മുസ്ലിം സഹോദരനോ ആയിക്കോട്ടെ അമുസ്ലിം സഹോദരനോ ഒരു മനുഷ്യനെയും നിങ്ങൾ വേദനിപ്പിക്കാൻ പാടില്ല. നമ്മുടെ നാവ് കൊണ്ടൊരു മനുഷ്യനും വേദനിക്കരുത്, നമ്മുടെ കൈ കൊണ്ടൊരു മനുഷ്യനും വേദനിക്കരുത്. അങ്ങനെ വേദനിച്ചാൽ നമ്മൾ മുസ്ലിം അല്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മഹിതമായ ആശയവും ആദർശവും അതാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ അല്ലാഹുവിലേക്ക് മടങ്ങണം. അലീമായ റബ്ബ് നമ്മൾ എന്തൊക്കെ താന്തോന്നിവാസം കാണിച്ചിട്ടും എന്തൊക്കെ ധിക്കാരം കാണിച്ചിട്ടും എന്തുകൊണ്ടാ പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും ഒന്നും പിടിച്ച് ശിക്ഷിക്കാത്തത്? നമ്മൾ വിചാരിക്കും പടച്ചോൻ ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ്. ومهملات للفلاتير صب عليكم العذاب واسرعوا. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന എത്രയോ പ്രായമുള്ള ഉപ്പമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന എത്രയോ പ്രായമുള്ള ഉമ്മമാര് നമ്മുടെ കൂട്ടത്തിലുണ്ട്. മാത്രമല്ല ആരോരും ആശ്രയം നൽകാത്ത അനാഥ മക്കൾ നമ്മുടെ കൂട്ടത്തിൽ ജീവിക്കുന്നുണ്ട്. ഒരു പാപവും ചെയ്യാത്ത ശിശുക്കളായ ഉമ്മമാരുടെ മുല കുടിക്കുന്ന ചെറിയ മക്കൾ ജീവിക്കുന്നുണ്ട്. പോരാ ഉറുമ്പിൻ കൂട്ടങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. ആയിരുന്നെങ്കിൽ സുബ്ബാലൈക്കുമുൽ അദാബു പരമ്പരയായി അളീമായ റബ്ബിന്റെ പരീക്ഷണങ്ങളും അദാബുകളും തോന്നിവാസം ചെയ്ത നമ്മളെ, തെറ്റു ചെയ്ത നമ്മളെ കടന്നു പിടിക്കുമായിരുന്നു. അവരുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ഇങ്ങനെ സേഫ്റ്റി ഫുള്ളായി ജീവിതം നയിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മുഅ്മിനീങ്ങളും അളീമായ പടച്ച റബ്ബിലേക്ക് മടങ്ങണം. എന്റെ കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, ദീനനുസരിച്ച് ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ആഖിറത്തിൽ അല്ലാഹു വലിയ പദവി തരും. ഏത് പെണ്ണ് മാടി വിളിച്ചാലും ദഅതു ഇംറാത്തുൻ ദാതു മൻസിബിൻ വജമാലിൻ ഖാല ഇന്നി അഖാഫുല്ലാഹ്. കുലവതിയായ സൗന്ദര്യമുള്ള പെണ്ണ് വിളിക്കുമ്പോ മോളെ എനിക്ക് അല്ലാഹുവിനെ പേടിയുണ്ടടി എന്ന് പറഞ്ഞാൽ സബഅത്തു യുദില്ലുഹുമുല്ലാഹു യൗമ ലാ ദില്ല ഇല്ലാ ദില്ലുഹു. റസൂലുള്ള നാളെ പരലോകത്ത് 7 ആളുകൾക്ക് തണല് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലൊരാള് ഒരു സുന്ദരിയായ സൗന്ദര്യവതിയായ പെണ്ണ് വ്യഭിചരിക്കാൻ വിളിക്കുമ്പോ അവൻ എല്ലാ അവസരവും ഒത്തു വന്നിട്ട് അവൻ പറയുന്നു എനിക്കാരോഗ്യം തന്ന, എനിക്കെല്ലാം തന്ന അളീമായ റബ്ബിനെ എനിക്ക് പേടിയുണ്ട് മോളെ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ ഒഴിഞ്ഞു മാറിയാൽ മോനെ നിനക്ക് നാളെ അർശിന്റെ തണല് വാഗ്ദാനം ചെയ്തത് ഞാനല്ല, സാദിഖുൽ മസ്ദൂഖായ മുഹമ്മദുർ റസൂലുള്ളാഹ്.
സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. നബി കള്ളം പറയുമോ? നബി കള്ള വാഗ്ദാനം നമ്മളോട് നടത്തുമോ? മുസ്ലിമീങ്ങളെ ആലോചിച്ചു നോക്കുക. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാര്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ പെങ്ങന്മാരെ, സഹോദരിമാരെ, കാലഘട്ടമെല്ലാം നിങ്ങളെ തോന്നിവാസങ്ങളിലേക്ക് മാടി വിളിക്കുമ്പോൾ അള്ളാഹുവിനെ പേടിച്ച് ഔറത്ത് മറച്ച് പടച്ച റബ്ബിങ്കൽ സമർപ്പിച്ച് ജീവിതം നയിച്ചാൽ സ്വർഗീയാരാമത്തിലേക്ക് അള്ളാഹു നിങ്ങളെ സ്വാഗതം ചെയ്യും. മഹദി ഫാത്തിമത്തു സഹറാ